നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് അറിയാം. ഓരോരുത്തരോടും ആത്മവിശ്വാസവും ഉണ്ട്, ചിലവർക്ക് ടെൻഷനും കൂടി കാണും അല്ലേ? സിമ്പിളായിട്ട് പോയിട്ട് വരെ ടെൻഷൻ കൂടുന്നവരാണ് കൂടുതലും നെഗറ്റീവ് അടിച്ച് ഔട്ടാവുന്നതും. അതുകൊണ്ട് എന്തിനായി ടെൻഷൻ? കുറെ നാളുകൊണ്ടേ നിങ്ങൾ പഠിക്കുന്നതല്ലേ, അപ്പൊ പറ്റുന്ന എഴുതും എന്ന രീതിയിൽ പോവുക. പിന്നെ പ്രതീക്ഷിച്ചൊന്നും പോകരുത്. ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾക്ക് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരുവിധം ചെയ്യാൻ കഴിയുമായിരുന്നു, മാത്സ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഘട്ടത്തിൽ ചിലപ്പം നേരെ വിപരീതമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? മനസ്സ് എന്ത് തയ്യാറെടുക്കണം. ടഫ് ചോദ്യമാണെങ്കിൽ അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് വരും. ടഫ് ചോദ്യം വരത്തില്ല. ഒരു LGS പരീക്ഷയ്ക്കൊന്നും ടഫ് ചോദ്യം വരാൻ സാധ്യതയില്ല. എന്നാലും വന്നാലോ? അപ്പൊ നിങ്ങൾ മുൻകൂട്ടി ചിന്തിച്ച് ഏത് വന്നാലും, പാടുള്ളത് വന്നാലും, എളുപ്പമായാലും മീഡിയം ആയാലും ഞാൻ അതിനനുസരിച്ച് എഴുതത്തോളൂ എന്നൊരു മനസ്സോടുകൂടിയേ മുമ്പോട്ട് പോകാവൂ. കേട്ടല്ലോ? ഇനിയുള്ള ഓരോ ദിവസവും. അല്ലാതെ വളരെ സിമ്പിൾ ആയിരിക്കും, കേരളം മാത്രമേ ചോദിക്കത്തുള്ളൂ, കേരളത്തിലെ ജോഗ്രഫി ആയിരിക്കും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരിക്കും കൂടുതൽ, ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ ഒരു മനസ്സ് തയ്യാറെടുത്ത് വേണം പോകാൻ. പരീക്ഷയ്ക്ക് നേരത്തെ തന്നെ സ്കൂളിൽ എത്തുക. കറക്റ്റ് 1:30 1 മിനിറ്റ് ലേറ്റായാൽ പോലും നിങ്ങളെ കയറ്റത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ ബ്ലോക്കുകളൊക്കെ. നിങ്ങൾക്കറിയാം വണ്ടികളൊക്കെ നല്ല ബ്ലോക്കിലാണ്. മഴയും കൂടെ ആണെങ്കിലും പിന്നെ റോഡ് പണി നടക്കുക, പല ബസ്സുകളും ബ്ലോക്കുകളാണ്. അതുകൊണ്ട് ബസ്സുകളിലൊക്കെ പോകുന്നവരെ അടുത്താണ്, തൊട്ടപ്പുറത്താണ്, ഞാൻ അങ്ങോട്ട് 12:30 ചെന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചാൽ കുറച്ച് നേരത്തെ അങ്ങ് പോവുക. എത്ര നാളുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതാ? നിങ്ങൾക്ക് കുറെ പ്രതീക്ഷയോട് കൂടിയുള്ള ഒരു പരീക്ഷയല്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ പോവാൻ ശ്രമിക്കുക. അവിടെ ചെന്നിരുന്ന് കറണ്ട് അഫയേഴ്സ് ഒക്കെ ജസ്റ്റ് വായിക്കാലോ, അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നല്ല വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് എഴുതാൻ പോവുക. ഹാളിലിരുന്ന് കൊച്ചു ക്വസ്റ്റ്യൻ വരെ ചിലപ്പം തെറ്റിക്കാം. കഴിഞ്ഞ പ്രാവശ്യം കണ്ടോ, ബംഗ്ലാദേശിലെ നിയുക്ത പ്രസിഡന്റ് എന്ന് ഹാളിൽ ഇരുന്ന് അങ്ങ് ചിന്തിക്കുക, പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡന്റ് എന്ന്. അവിടെ പ്രധാനമന്ത്രി എന്നൊരു ചോദ്യം പോലും ഷെയ്ഖ് ഹസീനയുടെ ഒരു ചോദ്യം വരുന്നില്ല. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാണെന്ന് നമുക്കറിയാം. പക്ഷെ അവർ ഓപ്ഷൻ 4 സ്റ്റേറ്റ്മെന്റിൽ ബംഗ്ലാദേശിന്റെ നിയുക്ത പ്രസിഡന്റ് ആണ്, അവർ ശരിയാണെന്നും പറഞ്ഞാണ് ആൾക്കാർ എഴുതിയിട്ട് വീട്ടിൽ വരുമ്പോഴേ അയ്യോ അത് മാർക്ക് പോയി സാറേ എന്ന് പറയുന്നത്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, തെറ്റിക്കാൻ സാധ്യതയുള്ള. അതുകൊണ്ട് സമയം ഇഷ്ടംപോലൊന്നും ഉണ്ട്. നിങ്ങൾക്ക് 80 GKയും 20 ചെറിയ മാത്സുകളേ ഉള്ളൂ. 3:30 വരെ സമയം തരിക, 2 മണി തൊട്ട് 3:30 വരെ. അതുകൊണ്ട് ഇഷ്ടം പോലെ സമയവും കിട്ടും. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും വ്യക്തമായി വായിച്ച് പതുക്കെ എഴുതുക. 4 ഓപ്ഷനുകളിൽ ചിലപ്പോൾ 2 ഓപ്ഷൻ അറിഞ്ഞുകൂടായിരിക്കും, 2 ഓപ്ഷൻ അറിയായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്ഷൻ പോയി നോക്കണം. ഓപ്ഷൻ 4 സ്റ്റേറ്റ്മെന്റിൽ 2 സ്റ്റേറ്റ്മെന്റ് അറിയാം, 2 സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞുകൂടെങ്കിൽ ഓപ്ഷൻ പോയി കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ ബാക്കി 2 എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ ഒഴിവാക്കുകയല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻ, ശരി വരുന്ന ഓപ്ഷൻ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് പറ്റുമെന്നേ. അതൊക്കെ ആലോചിച്ച് കേരള ജോഗ്രഫി ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട്. കേരള ജോഗ്രഫിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നല്ല വിശ്വാസത്തോടെ മൂത്രം ഒഴിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ ഇരിക്കാവൂ. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ടൊക്കെ ഇരിക്കുക. വെള്ളം കുടിക്കണേ, അതൊക്കെ ശ്രദ്ധിച്ചോണം. പിന്നെ ഓടി പിടിച്ച് പരീക്ഷാ ഹാളിൽ എത്തിച്ചേരാതെ. പിന്നെ പരീക്ഷയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ ഇന്നത് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അപ്പം കിടന്ന് ടെൻഷൻ ആവരുത്. കുറച്ച് നാൾ കൊണ്ടേ നിങ്ങൾ പഠിക്കുകയാണല്ലോ, അപ്പൊ പഠിച്ച് അത്രയും നാളുള്ള മതി എന്ന് വെക്കുക കേട്ടോ. പിന്നെ ആ പരീക്ഷയുടെ ആ ദിവസം ഇച്ചിരി കറണ്ട് അഫയേഴ്സ് പറ്റുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ്, കണക്കിന്റെ കോഡുകൾ, ഭിന്നസംഖ്യ ചെറുതേത് വലുതേത്, അല്ലെങ്കിൽ 9ന്റെ പട്ടിക ഏത്, 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏത്, 6 കൊണ്ട് ഹരിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്നും കൂടെ, അതായത് ഒറ്റ സംഖ്യകളുടെ തുക കാണുക, ഇരട്ട സംഖ്യകളുടെ തുക, അതുപോലെ വരിയും നിരയും, ഇങ്ങനെയൊക്കെ ഉള്ളത് രാവിലെ വെറുതെ ഇരുന്ന് ഒരു ഇച്ചിരി നേരം ഒന്ന് മറിച്ച് നോക്കുക കേട്ടോ. കറണ്ട് അഫയേഴ്സ്, ലോകസഭാ തെരഞ്ഞെടുപ്പ് പഠിക്കണം, ഈ പ്രാവശ്യത്തെ നോബൽ സമ്മാനം, കഴിഞ്ഞ വർഷത്തെ നോബൽ സമ്മാനവും പഠിക്കണം, അതുപോലെ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും പഠിക്കണം. ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും പഠിക്കണം. ഒളിമ്പിക്സ് പഠിക്കണം, സംസ്ഥാന അവാർഡ്, ദേശീയ സിനിമ അവാർഡ്, സംസ്ഥാന അവാർഡ്, മലയാള സാഹിത്യ അവാർഡുകൾ, ഇതൊക്കെ ഒരുവിധം മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ആയിട്ട്. പിന്നെ മന്ത്രിമാരെ ഒന്ന് പഠിച്ചേരെ, കേന്ദ്രമന്ത്രിമാർ ഒത്തിരി പേര് ഇപ്പം പുതിയത് വന്നില്ലേ, അതും എല്ലാം ഒന്ന് പഠിച്ചേരെ. ടെന്നീസ് അവാർഡ്, ഇപ്രാവശ്യത്തെ സന്തോഷ് ട്രോഫി, 2020 ലോകകപ്പ്, അതൊക്കെ ബേസ് ക്വസ്റ്റ്യൻ തെറ്റിക്കാതിരിക്കുക. കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കിയത്, ബാക്കി ഈ ബേസ് നിങ്ങൾ തെറ്റിക്കാതെ വരിക കേട്ടോ. മാക്സിമം സ്കൂൾ ടെസ്റ്റ് ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. 5, 6, 7, 8 നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. 6, 7, 8 സയൻസ് ഒക്കെ, സയൻസ് 7, 8 ഒത്തിരി നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. 10ാം ക്ലാസ് വരെ പഠിക്കണമെന്നാ, പറ്റുന്നത് പഠിച്ചുകൊണ്ട് പോകും കേട്ടോ. ഇനി 2 ദിവസമോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തോടെ പോവുക, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് ചോദിക്കുക. മറ്റുള്ളവരെ നോക്കി നിൽക്കേണ്ട. വലിയ കട്ട് ഓഫ്, ആൾക്കാരുടെ എണ്ണം കുറവാണ്, അത് നോക്കണം. അന്ന് ചോദിച്ച് വലിയ കട്ട് ഓഫ് വരുന്നില്ല, എനിക്ക് ആകെ 50 എഴുതി അറിയാവൂ, ഞാൻ ഇനി തൊടുന്നില്ല എന്ന് ചോദിച്ചാൽ കുറച്ച് 50-50 ഒക്കെ എടുക്കാം. കുറച്ച്
മൈനസ് വരുത്താതെ എടുക്കുക. ബാക്കി ഒട്ടും അറിഞ്ഞുകൂടാ, 4 ഓപ്ഷനും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണെങ്കിൽ തൊടാൻ നിൽക്കരുത് കേട്ടോ. ചിലത് നമുക്കില്ല 3 മണിയൊക്കെ കഴിയുമ്പോൾ ഒരുവിധം ഇറങ്ങി തീരുമ്പോൾ നമുക്ക് തോന്നും, ഓ അതൊന്ന് നോക്കാം, ചിലപ്പോൾ ഇതായിരിക്കും, ഇതങ്ങ് എഴുതിക്കളയാം എന്ന് പറഞ്ഞ് അത് ഒത്തിരി എഴുതാതെ, കുറേ അങ്ങ് എഴുതാതിരിക്കുക. ഒരു 4 5 വേണമെങ്കിൽ എഴുതിക്കോ, അതിലൊരു 2 ശരിയും 3 തെറ്റായാലും കുഴപ്പമില്ല എന്ന് വെക്കാം. അല്ലാതെ പിന്നെ ചിലവരുണ്ട്, എനിക്ക് അറിയാവുന്ന മാത്രമേ എഴുതുന്നുള്ളൂ സാറേ, ഞാൻ മൈനസ് വരുത്തുന്നില്ല, എനിക്ക് ആകെ 75 ശരിയേ കിട്ടുന്നുള്ളൂ, മതി എന്ന് വരിക. പിന്നെ അങ്ങനെയൊക്കെ അതാ അവരുടെ ചിന്താഗതി. അതുകൊണ്ട് നിങ്ങളോട് പറയാ, ശ്രദ്ധിച്ച് പോവുക. ഞാൻ കത്തിയടിച്ച് പോകുന്നില്ല, ഇച്ചിരി റിവിഷനായിട്ടാണ് നിങ്ങൾക്ക് വന്നത്, അവസാന നിമിഷ റിവിഷനുമായിട്ടാണ് വന്നത്. നമുക്ക് നോക്കാം ഓരോ ഭാഗങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ഞാനൊന്ന് പറഞ്ഞു തരാൻ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കേ. ബിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുമ്പുരുക്ക് നിർമ്മാണശാലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ബിലായി, റൂർക്കേല, ബൊക്കാറോ, ദുർഗാപൂർ. നമുക്കൊന്ന് പഠിക്കാം. ബിലായി ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? ഛത്തീസ്ഗഡിലെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ. അപ്പം ബിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ, റൂർക്കേല ഒഡീഷയിലെ ജർമ്മനിയുടെ സഹായത്തോടെ, സഹായത്തോടെ, ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ജാർഖണ്ഡാണ് അല്ലെ, ബൊക്കാറോ. ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ. അപ്പം ബിലായി സോവിയറ്റ് യൂണിയൻ ഛത്തീസ്ഗഡിലെ, റൂർക്കേല ജർമ്മനിയുടെ സഹായം ഒഡീഷ, ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ജാർഖണ്ഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാ? ഇതിൽ ഏറ്റവും വലുത് ഏതെന്ന് വെച്ചാൽ ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. 3ാം പഞ്ചവത്സര പദ്ധതിയിൽ 1964 വരുന്നത്. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത റൂർക്കേലയായിരിക്കും. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഓക്കെ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂർ, ജാർഖണ്ഡിലെ ജംഷഡ്പൂരാണ്. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്ന് വിളിക്കുന്നത് ജംഷഡ്പൂരിനെയാണ്. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നും ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്ന് വിളിക്കുന്നത് ഏതാ? ജംഷഡ്പൂരിനെയാണ് ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നും ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്ന് വിളിക്കുന്നത് ജംഷഡ്പൂരിനെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബിലായി ആണ്. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്നത് ഫിലായി ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് കേട്ടോ. കർണാടകയിലെ ഭദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. വിശ്വേശ്വരയ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എഞ്ചിനീയറിംഗിന്റെ പിതാവാര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാരുക വിശ്വേശ്വരയ്യാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ നമ്മൾ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് പറയുന്നത്. എന്നാ എഞ്ചിനീയേഴ്സ് ദിനം? സെപ്റ്റംബർ 15. എഞ്ചിനീയേഴ്സ് ദിനം എന്തെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 15. സെപ്റ്റംബർ 14 ഹിന്ദി ദിനം, സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനം, സെപ്റ്റംബർ 16 ഏതാണ്? ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ഏതാണ്? ഓസോൺ ദിനം. ഓസോൺ ഏത് അന്തരീക്ഷ പാളിയില? സ്ട്രാറ്റോസ്ഫിയറിൽ അല്ലെ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ. ഏത് അന്തരീക്ഷ പാളിയിൽ എന്ന് വെച്ചാൽ ഫെഡറിക് ഷോൺ ബെയിൻ ആണ് ഓസോൺ കണ്ടുപിടിച്ചത്. അല്ലെ. ഓസോൺ ഏത് അന്തരീക്ഷ പാളിയിൽ? സ്ട്രാറ്റോസ്ഫിയർ. ഓസോണിന്റെ നിറം എന്താണ്? ഓസോണിന്റെ നിറം ഈളം നീലയാണ്. ഓസോണിന്റെ നിറം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാ? ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിത്തുണി വ്യവസായമാണ് അല്ലെ. സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് പരുത്തിയെയും നമ്മുടെ സാധാ സുവർണ നാര് എന്ന് വിളിക്കുന്നത് ചണവുമാണ്. അപ്പൊ സുവർണ നാര് ഏതാണ്? ചണമാണ്. സാർവത്രിക നാര് ഏതാണ്? പരുത്തിയാണ്. നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഏർപ്പെട്ട പ്രധാന ലോഹധാതു മാംഗനീസ് ആണ് കേട്ടോ. അപ്പൊ സുവർണ നാര് ചണവും സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയുമാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാ? മാംഗനീസ്, ബോക്സൈറ്റ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. മാംഗനീസും ബോക്സൈറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഏതാ? ഒഡീഷയിലാണ്. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ ഒരു സ്ഥലം തമിഴ്നാട്ടിലെ പോർട്ടാനോവ എന്നതാണ്. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? തമിഴ്നാട്ടിലെ പോർട്ടനോവ. അപ്പൊ ഇന്ത്യയുടെ ഉരുക്ക് നഗരം ഏതാണ്? ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി അഥവാ ഉരുക്ക് നഗരം എന്ന് വിളിക്കുന്നത്, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്?
നമ്മുടെ ജംഷഡ്പൂരിനെയാണ്. കിട്ടുമല്ലോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്ലാസ് അത് ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ആണ്. ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഫിറോസാബാദ്. പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം പിംബ്രി. ഇന്ത്യയുടെ പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം ഏതാണ്? പിംബ്രിയാണ് ഇന്ത്യയുടെ പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഇന്ത്യയുടെ വജ്രക്കനി എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടാന്ന് അറിയാമോ? വജ്രക്കനി പന്ന. ഇന്ത്യയുടെ വജ്രക്കനി എവിടെയെന്ന് ചോദിച്ചാൽ പന്ന വജ്രക്കനി മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ വജ്രക്കനി ഏതാണ്? പന്ന വജ്രക്കനിയാണ്. ഓക്കെ, അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൽക്കരിക്കനി ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിക്കനി ജാറിയ, ജാർഖണ്ഡ്. നല്ലൊരു പോയിന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിക്കനി ജാറിയ, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരിക്കനി റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. തെറ്റരുത്, രണ്ടും ഉറപ്പായിട്ട് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരിക്കനി റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിക്കനി ഏതാണ്? ജാറിയ, ജാർഖണ്ഡ് ആണ്. ഇന്ത്യയുടെ വജ്രക്കനി ഏതാണ്? പന്ന, മധ്യപ്രദേശ് ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കുന്നത് മധ്യപ്രദേശിനെയാണ്. ഇന്ത്യയുടെ രത്നം എന്ന് വിളിക്കുന്നത് മണിപ്പൂരിനെയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിളിക്കുന്നത് ഒഡീഷയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിളിക്കുന്നത് ഒഡീഷ. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിനെയാണ്. ഇന്ത്യയുടെ കോഹിന്നൂർ ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയുടെ സ്വർണ്ണക്കനി ഏതൊക്കെയാണ്? സ്വർണ്ണക്കനി കോളാർ, ഹട്ടി അല്ലെ? കോളാർ, ഹട്ടി എന്നിവയാണ് ഇന്ത്യയുടെ സ്വർണ്ണക്കനി. ഇന്ത്യയുടെ യുറേനിയം കനി ജാദുഗുഡ. ജാദുഗുഡ, കോളാർ, ഹട്ടിയൊക്കെ കർണാടകയിലാണ് കേട്ടോ. ഇന്ത്യയുടെ യുറേനിയം കനി ജാദുഗുഡ ജാർഖണ്ഡിലാണ് കേട്ടോ. ജാദുഗുഡ ജാർഖണ്ഡ് ആണ് ഇന്ത്യയുടെ യുറേനിയം കനി. ഇന്ത്യയുടെ ചെമ്പ് കനി കേത്രി. കേത്രി രാജസ്ഥാൻ. ഇന്ത്യയുടെ ചെമ്പ് കനി ഏതാണ്? കേത്രി രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണക്കനി ഏതാണെന്നറിയാമോ? എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണക്കനി മുംബൈ ഹൈ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ എണ്ണക്കനി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും പഴയ എണ്ണപ്പാടം ദിഗ്ബോയി, ആസാം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണപ്പാടം ഏതാണ്? ദിഗ്ബോയി, ആസാം ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അതൊക്കെ നല്ലൊരു ചോദ്യമാണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയില. വജ്രം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. വജ്രക്കനിയൊക്കെ എവിടെയല്ലേ? വജ്രക്കനിയൊക്കെ മധ്യപ്രദേശ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അത് കർണാടകയിലാണ്. ഏറ്റവും കൂടുതൽ ആനകൾ ഉള്ളത് കർണാടകയിലാണ്. കാപ്പിയും കുരുമുളകും ഏറ്റവും കൂടുതൽ കർണാടകയാണ്. സിൽക്ക് കേട്ടിട്ടില്ലേ? മുഗാ സിൽക്ക് ഫേമസ് അല്ലേ? മുഗാ സിൽക്ക് എന്തുമായി ബന്ധപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിൽക്കാണ് മുഗാ സിൽക്ക്. ആസാമിലാണ് കേട്ടോ. മുറയുണ്ട് നമുക്ക്. മുറ, സങ്കരയിനം എരുമ അല്ലെ? സങ്കരയിനം എരുമ ഏതെന്ന് ചോദിച്ചാൽ മുറ. ജംനാപ്യാരി എന്താ? ജംനാപ്യാരി സങ്കരയിനം ആടാണ് അല്ലെ? ആടാണ് ജംനാപ്യാരി. രാജപാളയം എന്താ? രാജപാളയം അത് പട്ടിയാണ്. സങ്കരയിനം നായ, പട്ടിയാണ് രാജപാളയം. മുറ എന്ന് പറയുന്നത് സങ്കരയിനം എരുമയാണ്. അതുപോലെ ജംനാപ്യാരി സങ്കരയിനം ആടാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതൊക്കെ ചോദിക്കാൻ സാധ്യത. അപ്പൊ സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെടുന്നു? സെറികൾച്ചർ പട്ടുനൂലുമായി ബന്ധപ്പെടുന്നതാണ് സെറികൾച്ചർ. പിസികൾച്ചർ എന്താണ്? പിസികൾച്ചർ മത്സ്യകൃഷി അല്ലെ? മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. ഫ്ലോറികൾച്ചർ എന്താ? ഫ്ലോറികൾച്ചർ പട്ടുനൂലാണ്. ഫ്ലോറികൾച്ചർ ഏതാ? പൂക്കൾ. പട്ടുനൂല് സെറികൾച്ചർ പറഞ്ഞാൽ ഫ്ലോറികൾച്ചർ പൂക്കൾ കൃഷിയാണ് അല്ലെ? ഹോർട്ടികൾച്ചർ എന്താ? ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ് ഹോർട്ടികൾച്ചർ. ഫ്ലോറികൾച്ചർ ഏതെന്ന് ചോദിച്ചാൽ പൂക്കൾ കൃഷിയാണ്. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയതാണ് സിൽവികൾച്ചർ വനപരിപാലനം. സിൽവികൾച്ചർ എന്താണ്? വനപരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ മഷ്റൂം കൾച്ചർ കൂൺ വളർത്തൽ ഏതാണ്? മഷ്റൂം കൾച്ചർ. കൂണികൾച്ചർ മുയൽ വളർത്തലാണ്. കൂണികൾച്ചർ ഏതാണ്? മുയൽ വളർത്തൽ. അപ്പൊ പിസികൾച്ചർ ഏതാണ്? പിസികൾച്ചർ മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. പക്ഷെ പശുവിൻ പാല് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് പറയേണ്ടത്. ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ എവിടെയാണ്? അമേരിക്ക. പാലും പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ടതല്ലേ ധവള വിപ്ലവം. ധവള വിപ്ലവം എത്രാം പഞ്ചവത്സര പദ്ധതിയിലാ? 4ാം പഞ്ചവത്സര പദ്ധതി. കേട്ടല്ലോ. ഹരിത വിപ്ലവം 3ാം പഞ്ചവത്സര പദ്ധതിയിലും ധവള വിപ്ലവം 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ധവള വിപ്ലവം എന്ന്. അതിന്റെ ഓപ്പറേഷന്റെ പേരെന്താ? ഓപ്പറേഷൻ ഫ്ലഡ്. 1970 ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെടുന്നത്? ധവള വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. ആരാ പിതാവ്?
വർഗീസ് കുര്യൻ അല്ലെ. വർഗീസ് കുര്യൻ കോഴിക്കോടുകാരനാണ്. കോഴിക്കോടുകാരനായ വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിന്റെ 2 കൃതികൾ ഐ ടു ഹാവ് എ ഡ്രീം, അൺഫിനിഷ്ഡ് ഡ്രീം ആരുടെ കൃതി എന്ന് ചോദിച്ചിട്ടുണ്ട്. വർഗീസ് കുര്യന്റെ ഐ ടു ഹാവ് എ ഡ്രീം, അൺഫിനിഷ്ഡ് ഡ്രീംസ് ആരുടെ കൃതിയാണ്? നമ്മുടെ ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യന്റെയാണ്. വർഗീസ് കുര്യൻ ഏത് ജില്ലക്കാരനാണ്? വർഗീസ് കുര്യൻ കോഴിക്കോടുകാരൻ. മാക്സേസെ അവാർഡ് നേടിയിട്ടുണ്ട് അദ്ദേഹം കേട്ടോ. മാക്സേസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരെന്നൊക്കെ ചോദിച്ചാൽ വർഗീസ് കുര്യനാണ് നമ്മൾ പറയേണ്ടത്. ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, നമ്മളെ VK കൃഷ്ണമേനോനും കോഴിക്കോടുകാരനാണ്. VK കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? കോഴിക്കോടുകാരനാണ് VK കൃഷ്ണമേനോൻ. ചേരിചേരാ നയം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് VK കൃഷ്ണമേനോനാ. ചേരിചേരാ നയം, അതുപോലെ സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് ആരാ? VK കൃഷ്ണമേനോനാ. സൈനിക സ്കൂൾ എന്ന ആശയം, കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ കഴക്കൂട്ടത്താണ്. അപ്പൊ സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് VK കൃഷ്ണമേനോനാണ്. ചേരിചേരാ നയം എന്ന ആശയം കൊണ്ടുവന്നത് VK കൃഷ്ണമേനോൻ. പക്ഷെ ചേരിചേരാ നയത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ചേരിചേരാ നയത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ അത് എത്രയും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, എന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ തുറമുഖങ്ങൾ ചോദിക്കാം. കിഴക്കേറ്റത്തെ തുറമുഖവും പശ്ചിമതീര തുറമുഖവും പൂർവ്വതീര തുറമുഖവും ചോദിക്കാം. നമുക്ക് നോക്കാം. നേരത്തെ 13 തുറമുഖങ്ങളിൽ ഇപ്പം പോർട്ട് ബ്ലെയർ തുറമുഖം മേജർ തുറമുഖങ്ങളിൽ നിന്ന് പോർട്ട് ബ്ലെയർ തുറമുഖം എടുത്തു കളഞ്ഞു. ഇപ്പം വിദ്വാൻ എന്ന് പറയുന്ന പുതിയ തുറമുഖം വന്നിട്ടുണ്ട്. അപ്പൊ എടുത്തു കളഞ്ഞ തുറമുഖം ഏതാണ്? മേജറിൽ നിന്ന് പോർട്ട് ബ്ലെയർ എടുത്തു കളഞ്ഞു. നമുക്ക് ഓരോന്ന് നോക്കാം. പശ്ചിമതീര തുറമുഖങ്ങൾ ഏതെല്ലാം? ദിക്ക് തെറ്റിപ്പോരുതേ. പശ്ചിമതീര തുറമുഖങ്ങൾ നമ്മുടെ കേരളം ഒന്ന് അല്ലെ, കൊച്ചി തുറമുഖം. പിന്നെ ഏതാണ്? കർണാടകയിലെ മംഗലാപുരം അല്ലെങ്കിൽ ന്യൂ മാംഗ്ലൂർ തുറമുഖം കർണാടകയിലെ. പിന്നെ ഗോവയിലെ മർമഗോവ തുറമുഖം ഗോവയിലെ. പിന്നെ മഹാരാഷ്ട്രയിലെ 2 എണ്ണം ഉണ്ട്, മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും. പിന്നെ ഗുജറാത്തിലെ ഏതായിരുന്നു? കാണ്ടില തുറമുഖം. ദീൻ ദയാൽ തുറമുഖം എന്നാണ് പുതിയ പേര്. അപ്പം പശ്ചിമതീര തുറമുഖങ്ങൾ, പടിഞ്ഞാറൻ തീര തുറമുഖങ്ങൾ ഏതൊക്കെയാ? നമ്മുടെ കൊച്ചി, മാംഗ്ലൂർ, ന്യൂ മാംഗ്ലൂർ അഥവാ മംഗലാപുരം, മർമഗോവ, മുംബൈ തുറമുഖം, ജവഹർലാൽ നെഹ്റു തുറമുഖം, ലാസ്റ്റ് കാണ്ടില തുറമുഖം. കേട്ടല്ലോ. കിഴക്കൻ തീര തുറമുഖങ്ങൾ നമുക്ക് പറയാം. കിഴക്കൻ തീരത്തിൽ തന്നെ തമിഴ്നാട്ടിൽ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? തൂത്തുക്കുടി തുറമുഖം. ഏറ്റവും തെക്കേറ്റത്തെ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ തൂത്തുക്കുടി തുറമുഖമാണ്. തൂത്തുക്കുടി തുറമുഖം, എണ്ണൂർ തുറമുഖം, ചെന്നൈ തുറമുഖം. അങ്ങനെ തന്നെ 3 എണ്ണം തമിഴ്നാട്ടിൽ പോയി. പിന്നെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തുറമുഖം, ആന്ധ്രാപ്രദേശിൽ. ഒഡീഷയിലെ പാരദീപ് തുറമുഖമുണ്ട്. ഒഡീഷയിലെ പാരദീപ്. അതുപോലെ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത തുറമുഖം. എത്ര ഓർത്തു വെച്ചിരിക്കണേ? അപ്പൊ കിഴക്കൻ തീര തുറമുഖങ്ങൾ അഥവാ പൂർവ്വതീര തുറമുഖങ്ങളുടെ സൈഡുകൾ ഏതൊക്കെയാണ്? തമിഴ്നാട്ടിലെ 3 എണ്ണം പറഞ്ഞ ചെന്നൈ തുറമുഖം, എണ്ണൂർ തുറമുഖം, തൂത്തുക്കുടി തുറമുഖം അഥവാ VVO ചിദംബരനാർ തുറമുഖം അല്ലെ. എണ്ണൂർ തുറമുഖത്തിന്റെ പുതിയ പേരെന്താണ്? എണ്ണൂർ തുറമുഖത്തിന്റെ കാമരാജൻ തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേരെന്താണ്? കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നതാണ്. ശ്യാമപ്രസാദ്. ഒഡീഷയിലെ പാരദീപ് തുറമുഖം. അത് തെറ്റരുതേ. കാണ്ടില തുറമുഖം ഏത് സംസ്ഥാനത്ത്? ഗുജറാത്തിലും. ഒഡീഷയിൽ ഏതാണ്? പാരദീപ് തുറമുഖമാണ് ഒഡീഷ തുറമുഖം അല്ലെ. ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാ? മുംബൈ തുറമുഖം അല്ലെ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നും ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? മുംബൈ ആണ് ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നത് അല്ലെ. 7 ദ്വീപുകളുടെ നഗരം മുംബൈ ആണ്. 7 ദ്വീപുകളുടെ നഗരം എന്ന് വിളിക്കുന്നത് മുംബൈ ആണ് അല്ലെ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലല്ലേ? ആണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് എവിടെ? ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലുമാണ് അല്ലെ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ മുംബൈ തുറമുഖമാണ്. സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓർത്തു വെച്ചിരിക്കണേ. മുംബൈ തുറമുഖത്തെ അറിയപ്പെടുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു വിശേഷണം മുംബൈ തുറമുഖത്തിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏതെന്നും ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് മുംബൈ തുറമുഖത്തിനെയാണ് കേട്ടോ. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് ഒഴിവാക്കാനായിട്ട് വന്ന തുറമുഖമാണ് ഏതാ? ജവഹർലാൽ നെഹ്റു തുറമുഖം അഥവാ നാവശേവ തുറമുഖം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ തുറമുഖം മർമഗോവ തുറമുഖമാണ്. ഗോവയിലെ മർമഗോവ തുറമുഖമാണ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ മർമഗോവ. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് നമ്മുടെ തൂത്തുക്കുടി തുറമുഖം
തുറമുഖം അഥവാ VO ചിദംബരനാർ തുറമുഖമാണ് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത്. ആരാ VO ചിദംബരപിള്ള? കപ്പലോട്ടിയ തമിഴൻ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരപിള്ളയാണ് കേട്ടോ. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിട്ട് അറിയപ്പെടുന്നത് ഈ ഏത് തുറമുഖത്തെയാണ്? നമ്മുടെ VO ചിദംബരനാർ തുറമുഖം അഥവാ തൂത്തുക്കുടി തുറമുഖം. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തെ തുറമുഖം ഏതാണ്? അത് തൂത്തുക്കുടി തുറമുഖം ആണ് അല്ലെ. വിശാഖപട്ടണം തുറമുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശാഖപട്ടണം തുറമുഖത്തിലാണ് ഈ സിന്ധ്യ ഷിപ്പ്യാർഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് അവിടുത്തെ കപ്പൽ നിർമ്മാണശാല അറിയപ്പെടുന്നതാണ് സിന്ധ്യ ഷിപ്പ്യാർഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കപ്പൽ നിർമ്മിച്ചത് അവിടെയാണെന്നാണ് പറയുന്നത്, ഈ വിശാഖപട്ടണം കപ്പൽ നിർമ്മാണശാലയിലാണ്. ജൽ ഉഷ, ഇന്ത്യയിലെ ആദ്യത്തെ കപ്പലിന്റെ പേര് ജൽ ഉഷ എന്നാണ് അല്ലെ. കേരളത്തിൽ നമ്മുടെ കൊച്ചി തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? കൊച്ചി തുറമുഖത്ത് നിർമ്മിച്ചത് റാണി പത്മിനിയാണ് അല്ലെ. റാണി പത്മിനിയാണ് കൊച്ചി തുറമുഖത്തിലെ ആദ്യത്തെ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ റാണി പത്മിനി. ഒരു നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാ? നദിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത തുറമുഖം. ഏക നദീജന്യ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത തുറമുഖമാണ് പറയേണ്ടത്, ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ കായലിൽ സ്ഥിതി ചെയ്യുന്ന ഏക തുറമുഖം ഏതാ? ഏക കായലിൽ സ്ഥിതി ചെയ്യുന്ന മേജർ തുറമുഖം നമ്മുടെ കൊച്ചി തുറമുഖമാണ്. ഏത് കായലില? വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റേത് കൊൽക്കത്ത ഹൂഗ്ലിയിൽ അല്ലെ. ഹൂഗ്ലി ഗംഗയുടെ പോഷക നദിയാണ് ഹൂഗ്ലി എന്ന് വിളിക്കുന്നത്. ഗംഗയുടെ പോഷക നദിയാണ് ഹൂഗ്ലി. കൊൽക്കത്തയുടെ തീരത്തൂടി ഒഴുകുന്ന നദിയും ഹൂഗ്ലിയാണ് അല്ലെ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? യമുന. കാളിന്തി എന്നറിയപ്പെടുന്നതും യമുനയാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഡൽഹി, ആഗ്ര എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാലും യമുനയാണ് പറയേണ്ടത് അല്ലെ. സുബൻസിരി ഏത് നദിയുടെ പോഷക നദിയാ? സുബൻസിരി ഏത് നദിയുടെ എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയുടെ. മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിലാണ്. മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിലാണ്. അതുപോലെ ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയല്ലേ ടീസ്റ്റ. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയും ടീസ്റ്റയാണ് അല്ലെ. മരുഭൂമിയിലൂടെ ഒഴുകുന്നത് ലൂണിയും. കാർഗിലിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി സുരു. സിയാച്ചിന്റെ തീരത്തൂടി ഒഴുകുന്നത് നൂബ്രയാണ് അല്ലെ. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാ? അത് സിന്ധു നദിയാണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാ? സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. ചില്ലാർ മറന്നുപോയേ. സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലല്ലേ? ആണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് അല്ലെ. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സ്വതന്ത്ര ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നൊക്കെ അറിയപ്പെടുന്ന തുറമുഖം കാണ്ടില തുറമുഖം കേട്ടോ. ഇത് സ്റ്റേറ്റ് തെറ്റണ്ട. കാണ്ടില തുറമുഖം ഗുജറാത്തിലും പാരദീപ് തുറമുഖം എവിടെയാണ്? പാരദീപ് തുറമുഖം എവിടെയെന്ന് ചോദിച്ചാൽ ഒഡീഷയിലുമാണ് നമ്മൾ പറയേണ്ടത്, ഓർത്തു വെച്ചിരിക്കണേ. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കിയേ. ഹിരൺ, താവ എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെയാണ്? നർമ്മദ നദിയുടെ പോഷക നദിയാണ്. രണ്ടുമൂന്നെണ്ണം ചോദിച്ചോട്ടെ. ശബരി, പെൻഗംഗയൊക്കെ ഏത് നദിയുടെയാണ്? ശബരി, പെൻഗംഗ, ഇന്ദ്രാവതി, ഗോദാവരി നദിയുടെയാണ്. ഇബ്, ടെല്ല് എന്നിവ ഏത് നദിയുടെയാണ്? മഹാനദിയുടെയാണ് ഇബ്, ടെല്ല്. ഭീമ, തുംഗഭദ്ര എന്നിവ എന്തിന്റെയാ? ഭീമ, തുംഗഭദ്ര എന്തിന്റെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കൃഷ്ണ നദിയുടെ. കബനി, അമരാവതിയോ? കബനിയും അമരാവതിയും കാവേരി നദിയുടെയാണ്. കബനി, അമരാവതിയും ഏത് നദിയുടെയാണ്? കാവേരി നദിയുടെ. ഇബ്, ടെല്ല് എന്തിന്റെയെന്ന് ചോദിച്ചാൽ മഹാനദിയുടെയാണ്, ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ഹിരൺ, താവ എന്നിവയൊക്കെ ഏത് നദിയുടെ പോഷക നദി? നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. ഓങ്കാരേശ്വർ അണക്കെട്ട് നർമ്മദയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏതാ? നർമ്മദയാണ്. നർമ്മദയും താപ്തിയും പതിക്കുന്നത് എങ്ങോട്ടാണ്? അറബിക്കടലിലാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ പ്രധാനപ്പെട്ട നദികളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നദികളെ ഉപദ്വീപ് നദികളുടെ ഉത്ഭവവും പതനവും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ്? ഓക്കെ, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ മാംഗ്ലൂർ, കർണാടകയിലെ മാംഗ്ലൂർ വരെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഹൗസ് ആണ് കേട്ടോ. നവി മുംബൈയിലെ ബേലാപൂരാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. എവിടെയാണ്? ബേലാപൂരാണ്. എന്നാണ് കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ 1998 ജനുവരി 26. നല്ലൊരു ക്വസ്റ്റ്യൻ. 98 ജനുവരി 26 കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത്. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേ പാതയുടെ നീളം എത്രയാണ്? 760. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് കാർബുഡേ തുരങ്കം. ചിലപ്പോൾ ചോദിക്കാം, കാർബുഡേ തുരങ്കം എവിടെയാണ്? കൊങ്കൺ റെയിൽവേയുടെയാണ്. കൊങ്കൺ റെയിൽവേയിൽ സർവീസ് നടത്തുന്ന ആഡംബര ട്രെയിനിന്റെ പേര് ഡെക്കാൻ ഒഡീസി എന്നതാണ്. ഏതാണ്? ഡെക്കാൻ ഒഡീസിയാണ് ആഡംബര ട്രെയിൻ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈസ്റ്റ്
ശ്രീധരൻ. ഇദ്ദേഹമാണ് കൊങ്കൺ റെയിൽവേയുടെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ കൊങ്കൺ റെയിൽവേയുടെ ആദ്യ ചെയർമാൻ ഇ ശ്രീധരനാണ്. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനെയാണ്. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണവുമായി സഹകരിച്ചത് നമ്മുടെ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്ത വർഷമെന്ന 1998 ജനുവരി 26. ഇന്ത്യക്ക് എത്ര റെയിൽവേ സോണുകൾ ഉണ്ടേ? മൊത്തം എത്ര റെയിൽവേ സോണ്? 18 റെയിൽവേ സോണുകൾ. തെറ്റരുത്. 18ാമത്തെ റെയിൽവേ സോൺ ഏതാ പുതിയതായിട്ട് വന്നത്? ദക്ഷിണ തീരദേശ റെയിൽവേ വിശാഖപട്ടണം. അപ്പം ഇന്ത്യക്ക് 18 റെയിൽവേ സോണുകളുണ്ട്. 18ാമത്തെ റെയിൽവേ സോൺ ദക്ഷിണ തീരദേശ റെയിൽവേ വിശാഖപട്ടണമാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ വന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ, മെട്രോ റെയിൽവേ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് പറയേണ്ടത്. കൊൽക്കത്തയിലാണ് ആദ്യത്തെ മെട്രോ. എവിടെയാണ്? ഭൂഗർഭ റെയിൽവേ 1984 കൊൽക്കത്തയിലാണ് വന്നത് അല്ലെ. കൊച്ചി മെട്രോ എത്രാമത്തെ മെട്രോ ആയിരുന്നു? കൊച്ചി മെട്രോ ഇന്ത്യയുടെ 8ാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ 8ാമത്തെ, കേരളത്തിലെ ആദ്യത്തെ മെട്രോ, ഇന്ത്യയിലെ 8ാമത്തത്. കൊമറ്റ് എന്നല്ലേ അറിയപ്പെടുന്നത്? കൊമറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊച്ചി മെട്രോയാണ് അല്ലെ. കൊച്ചി മെട്രോ ഇപ്പൊ ആലുവ മുതൽ പേട്ട വരെയാണ്. ആലുവ മുതൽ പേട്ട വരെയാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെയും പ്രോജക്ട് ഡയറക്ടർ ഇ ശ്രീധരൻ തന്നെയായിരുന്നു. പ്രോജക്ട് ഡയറക്ടർ ഇ ശ്രീധരൻ തന്നെയാണ് അല്ലെ. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017 ജൂൺ 17. ഇന്ദിരാഗാന്ധി നരേന്ദ്രമോദി ആയിരുന്നു. 2017 ജൂൺ 17 ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ്. അപ്പൊ കൊച്ചി മെട്രോ എത്രാമത്തെ മെട്രോയാണ്? 8ാമത്തെ മെട്രോയാണ് ഇന്ത്യയിലെ. KSRTC വന്ന വർഷം അറിയാമോ? KSRTC 1965 കേട്ടോ. KSEB വന്നത് 57 KSRTC വന്നത് 65 KSFE വന്നത് 69 KSFE വന്നത് ഏത് വർഷം? 69. KSFEയുടെ ആസ്ഥാനം തൃശ്ശൂര് കേട്ടോ. തൃശ്ശൂര് ഭദ്രതാ ഭവനാണ് KSFEയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ, കേരളത്തിലെ ആദ്യത്തെ റോഡ് ട്രാൻസ്പോർട്ട് ഒക്കെ കൊണ്ടുവരുന്നത് ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. ചിത്തിര തിരുനാളിന്റെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ അല്ലെങ്കിൽ വാഹന രജിസ്ട്രേഷൻ ഒക്കെ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് എറണാകുളമാണ് അല്ലെ. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവ് എവിടെ? വയനാടാണ്. അപ്പൊ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ല. കേരളത്തിലൂടെ 11 ദേശീയപാതകളാണ് കടന്നു പോകുന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയുടെ പേര് NH47 എന്നതായിരുന്നു. ആദ്യത്തെ ദേശീയപാത അത് 66 എന്നാക്കി മാറ്റി. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66 ആക്കി മാറ്റി അല്ലെ. NH66 ഏതാണ്? പനവേൽ കന്യാകുമാരി. പനവേൽ കന്യാകുമാരിയാണ് NH66 എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്? കേരളത്തിലെ, മറ്റേത് വലുത് ഇന്ത്യയിലെ മാറിയിട്ടുണ്ട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH966B ആണ് കേട്ടോ. 966B കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? NH66 ആണ്. പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ്. പണ്ട് 47 എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഈ കൊച്ചി ദോണ്ടി പോയിന്റ് ഉണ്ടല്ലോ, കൊച്ചി ദോണ്ടി പോയിന്റ് അത് NH85 ആണ്. NH85. അതുപോലെ ദിണ്ടിഗൽ കൊട്ടാരക്കര NH183 ആണ്. ദിണ്ടിഗൽ കൊട്ടാരക്കര NH183. സേലം മുതൽ എറണാകുളം വരെ NH544. സേലം എറണാകുളം NH544. തിരുമംഗലം കൊല്ലം ദേശീയപാത എത്രാന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുമംഗലം കൊല്ലം ദേശീയപാത NH744. അപ്പൊ സേലം എറണാകുളം 544, തിരുമംഗലം കൊല്ലം 744 തിരുമംഗലം കൊല്ലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചിരിക്കണേ. അത് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. കുറവ് എവിടെയാണ്? കുറവ് വയനാട് ജില്ലയിലാണ് അല്ലെ. MC റോഡ് പണി കഴിപ്പിച്ച രാജാവ് ആരാന്ന് ചോദിച്ചിട്ടില്ലേ? MC റോഡ് പണി കഴിപ്പിച്ച ദിവാൻ രാജാ കേശവദാസ് ആണ്. രാജാ കേശവദാസ് ആണ് MC റോഡ് പണി കഴിപ്പിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഹൈവേ 1 എന്നറിയപ്പെടുന്നതല്ലേ MC റോഡ് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെയും അങ്കമാലിയെയും തമ്മിൽ കേശവദാസപുരം, തിരുവനന്തപുരത്തിലെ കേശവദാസപുരം മുതൽ അങ്കമാലി വരെ ബന്ധിപ്പിക്കുന്നതാണ് MC റോഡ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ഓക്കെ. ഇനി ഇന്ത്യയിൽ 2 ആണവ പരീക്ഷണം നടന്ന വർഷങ്ങളും കൂടെ ഒന്ന് പഠിച്ചേരെ. ഇന്ത്യയിൽ 2 ആണവ പരീക്ഷണങ്ങളില്ലേ നടന്നത്? ഏതൊക്കെ വർഷമാണ്? ഒന്ന് 1974 74 മെയ് 18 ഇന്ത്യയിലെ 1ാം ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ 1974 മെയ് 18 ആരാണ് അതിന് ഇട്ട പേര്? ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ആദ്യത്തേനിട്ടത്. രണ്ടാമത്തത് 1998 മെയ് 11 13 ആയിട്ടാണ് 2ാമത്തെ ആണവ പരീക്ഷണം നടത്തിയത്.
നടത്തിയത്. അതിനെ ഓപ്പറേഷൻ ശക്തി എന്നാണ് അറിയപ്പെട്ടത്. പൊക്രാനിൽ തന്നെയാണ്. അപ്പൊ ഇന്ത്യയിലെ ആ 2 ആണവ പരീക്ഷണങ്ങൾ നടന്ന വർഷം 1974 1998 എവിടെ നടന്നത്? പൊക്രാനിലാണ്. ആദ്യ ആണവ പരീക്ഷണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ രാജാ രാമണ്ണയാണ്. ഡോക്ടർ രാജാ രാമണ്ണ. രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് APJ അബ്ദുൽ കലാം ആണ് കേട്ടോ. APJ അബ്ദുൽ കലാം ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവല്ലേ ഡോക്ടർ രാജാ രാമണ്ണ ആണ്. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജാ രാമണ്ണയും ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ബാബയാണ്. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജാ രാമണ്ണ, ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ആരാ? ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാ? വിക്രം സാരാഭായ് ആണ് ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് അല്ലെ. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ K ശിവനാണ് അല്ലെ. റോക്കറ്റ് വുമൺ എന്ന് വിളിക്കുന്നത് ആരെയാ? ഋതു കരിദർ ആണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ മിസൈൽ മാൻ APJ അബ്ദുൽ കലാമും ഇന്ത്യയുടെ മിസൈൽ വുമൺ ആരാണ്? ഇന്ത്യയുടെ മിസൈൽ വുമൺ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ടെസ്സി തോമസ് അല്ലെ. മലയാളിയല്ലേ ടെസ്സി തോമസ്? ഏത് ജില്ലക്കാരിയാ? ആലപ്പുഴക്കാരിയാണ് ടെസ്സി തോമസ്. ഇപ്പോഴത്തെ ISRO ചെയർമാനായ S സോമനാഥും ഏത് ജില്ലക്കാരനാ? ആലപ്പുഴക്കാരനാണ് S സോമനാഥ്. ചന്ദ്രയാൻ 3 സമയത്ത് ആരാണ്? S സോമനാഥാണ്. ചന്ദ്രയാൻ 2 സമയത്ത് K ശിവനാണ് ISRO ചെയർമാൻ. ചന്ദ്രയാൻ 3 സമയത്ത് ISRO ചെയർമാൻ S സോമനാഥ്. ഏത് ജില്ലക്കാരൻ? അത് ചേർത്തലക്കാരനാണ്. ഓർത്തു വെച്ചിരിക്കണേ. 2 ആണവ പരീക്ഷണങ്ങളുടെ വർഷം പഠിച്ച് 1974 98 പൊക്രാനിലാണ്. അതുപോലെ ഈ മിനറൽ ഓയിൽ, ശിലാതൈലം എന്നൊക്കെ വിളിക്കുന്ന എന്തിനെയാണ്? ശിലാതൈലം, മിനറൽ ഓയിൽ, ഒഴുകുന്ന സ്വർണം എന്നൊക്കെ വിളിക്കുന്നത് പെട്രോളിയത്തിനെയാണ് അല്ലെ. പെട്രോളിയത്തിൽ നിന്നും പെട്രോൾ വേർതിരിച്ചിരിക്കുന്ന രീതി ഏതാണ്? അംശിക ഛേദനം. പെട്രോളിയത്തിൽ നിന്നും പെട്രോൾ വേർതിരിച്ചിരിക്കുന്ന രീതി ഏതാണ്? അംശിക ഛേദനമാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ ഈ പെട്രോളിയം കമ്പനിയെ നിയന്ത്രിക്കുന്നതല്ലേ ഇന്ത്യയിലെ ONGC എന്ന് വിളിക്കുന്നത്? ഏറ്റവും വലിയ പെട്രോളിയം പ്രകൃതിവാതക കമ്പനി അറിയപ്പെടുന്ന പേരെന്താണ്? ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ. 1956 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. നേരത്തെ ഡെറാഡൂൺ ആണ് ONGCയുടെ. ഇപ്പം ONGCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഏറ്റവും വലിയ എണ്ണക്കനി ഏതാണ്? മുംബൈ ഹൈ. ഏറ്റവും പഴയ എണ്ണപ്പാടം ഏതാണ്? എണ്ണപ്പാടം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ ദിഗ്ബോയി ആണ്. ആസാമിലെ ദിഗ്ബോയി. ഈ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കാറ്റ്, തിരമാല, ജിയോ തെർമൽ, സോളാർ. ഇതെല്ലാം നമുക്ക് പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളായിട്ട് പറയാം. പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഹാളിൽ ചെല്ലുമ്പോൾ മറന്നു പോരുതേ. കാറ്റ്, തിരമാല, ജിയോ തെർമൽ, സോളാർ. ഇനി ആണവവും കൂടെ പഠിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം ഏതാ? താരാപൂർ അല്ലെ. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ് ആദ്യ ആണവ നിലയം. താരാപൂർ, ജയ്താപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണ്. കൈഗ ആണവ നിലയം എവിടെയാ? കൈഗ ആണവ നിലയം കർണാടകയിലും കക്രപ്പാറ ആണവ നിലയം ഗുജറാത്തില്. കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്. നറോറ ആണവ നിലയം എവിടെ? നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ്. കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ആണവ നിലയം ഉത്തർപ്രദേശില്. കോട്ട, റാവത് ഭട്ട് ആണവ നിലയങ്ങൾ എവിടെയാണ്? കോട്ടയം റാവത് ഭട്ടും എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് രാജസ്ഥാനിലാണ്. കൂടംകുളവും കൽപ്പാക്കവും എവിടെയാ? തമിഴ്നാട്ടിലാണ്. കൂടംകുളവും കൽപ്പാക്കവും എവിടെയാണ്? തമിഴ്നാട്ടിൽ. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വരുന്നത് അവിടെ അല്ലേ? കാമിനി അല്ലെ. കൽപ്പാക്കത്തെ കാമിനിയാണ് ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അല്ലാതെ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ചോദിച്ചാൽ അപ്സരയാണ്. ട്രോംബയിലെ അപ്സരയാണ് ആദ്യത്തെ ആണവ റിയാക്ടർ. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നമ്മുടെ കാമിനി, കൽപ്പാക്കത്തെ കാമിനി. അപ്പൊ കൂടംകുളവും കൽപ്പാക്കം എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. D ഉദയകുമാർ അല്ലെ. SP ഉദയകുമാർ കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരം നടത്തിയത് SP ഉദയകുമാർ. നമുക്കൊരു D ഉദയകുമാർ ഇല്ലേ? D ഉദയകുമാർ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? അത് D ഉദയകുമാർ അല്ലെ. ഇന്ത്യൻ കറൻസി നോട്ടിലെ ചിത്രങ്ങൾ ഒന്ന് പറഞ്ഞു. കറൻസി നോട്ടിൽ 1 രൂപ നോട്ടിൽ സാഗർ സാമ്രാട്ട് എന്ന എണ്ണക്കപ്പലും, 2 രൂപ നോട്ടിൽ ആര്യഭട്ട, 5 രൂപ നോട്ടിൽ ട്രാക്ടറും കലപ്പയും, 10 രൂപ നോട്ടിൽ കൊണാർക്ക് സൂര്യക്ഷേത്രം, 20 രൂപ നോട്ടിൽ മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്രം, 50 രൂപ നോട്ടിൽ കർണാടകയിലെ ഹംപിയും രഥവും,
100 രൂപ നോട്ടിൽ ഗുജറാത്തിലെ റാണി കി വാവ് എന്ന കുളം, 200 രൂപ നോട്ടിൽ മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം, 500 രൂപ നോട്ടിൽ ചെങ്കോട്ട, 2000 രൂപ നോട്ടിൽ നമ്മുടെ ചൊവ്വ ദൗത്യമായ മംഗൾയാനാണ് 2000 രൂപ നോട്ടിൽ. ഓർത്തു വെച്ചിരിക്കണേ. അതെ, ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച 11 ഭാഷകളാണ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച എത്ര ഭാഷകളുണ്ട്? 11. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ആദ്യം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് തമിഴിനാണ്. രണ്ടാമതാണ് സംസ്കൃതത്തിന് കിട്ടിയത്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2013 മെയ് 23-നാണ്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ് 2013 മെയ് 23-നാണ് ക്ലാസിക്കൽ. ഇപ്പൊ നമുക്ക് ഗുജറാത്തി, മറാഠി, ബംഗാളി, ആസാമീസ്, പ്രാകൃത്, പാലി എന്നീ പുതിയ ഭാഷകൾ കൂടി അങ്ങനെ ടോട്ടൽ 11 ഭാഷകൾക്ക് എന്ത് കിട്ടി? നമുക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചു. ഇന്ത്യക്ക് എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട്? ഇന്ത്യക്ക് 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. നോട്ടിലെ ഭാഷകളുടെ എണ്ണം എത്ര? നോട്ടിലെ ഭാഷകളുടെ എണ്ണം 17 ഭാഷകൾ. അതിൽ 7ാം സ്ഥാനത്തല്ലേ മലയാളം. ആദ്യം ആസാമീസും അവസാനം എഴുതുന്നത് ഏതാ? ഉറുദു ഭാഷയിലുമാണ്. മലയാളം എത്രാം സ്ഥാനത്താണ്? നോട്ടില് 7ാം സ്ഥാനത്താണ് മലയാളം എഴുതുന്നത്. ഓക്കെ, അപ്പൊ അത് ഇത്രയും നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം എന്ന് വിളിക്കുന്നത് കഞ്ചിക്കോട് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം ഏതെന്ന് ചോദിച്ചാൽ കഞ്ചിക്കോട്. KSEB-യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കാറ്റാടി ഫാം കഞ്ചിക്കോടാണ്. KSEB-യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാറ്റാടി ഫാം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കഞ്ചിക്കോട്, പാലക്കാടാണ് അല്ലേ? നമുക്ക് സ്വകാര്യ മേഖലയിലെ കാറ്റാടി ഫാം അല്ലേ? രാമക്കൽമേട്, ഇടുക്കിയിലെ രാമക്കൽമേടുണ്ട്, അഗളി, അട്ടപ്പാടി, ഇവിടെ എല്ലാം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാറ്റാടി ഫാമുകളുണ്ട്. അപ്പം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം എവിടാണ്? കഞ്ചിക്കോട്, പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2024 ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരമാരാ? മനു ഭാക്കർ. ഷൂട്ടിങ്ങിലാണ്. ആരെന്ന് ചോദിച്ചാൽ അല്ലെ, ഈ പ്രാവശ്യം എവിടെ വെച്ചാണ് ഒളിമ്പിക്സ് നടന്നത്? പാരീസില് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലെ സീൻ നദിയുടെ തീരത്ത്. ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? അത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ അല്ലെ. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താ? ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. അതിനകത്ത് ഏതൊക്കെ നിറങ്ങളാണ്? മഞ്ഞ വളയം വരുന്നത് ഏഷ്യ, അതുപോലെ നീല വളയം യൂറോപ്പ്, കറുപ്പ് വളയം ആഫ്രിക്ക, ചുവപ്പ് വളയം അമേരിക്ക, അതുപോലെ പച്ച വളയം ആർക്കാണ്? ഓസ്ട്രേലിയക്കാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണേ. 33ാമത്തെ ഒളിമ്പിക്സ് ആണ് ഇപ്പം നടന്നത്. എത്രാമത്തെ ഒളിമ്പിക്സ്? 33ാമത്തെ ഒളിമ്പിക്സ്. അടുത്ത ഒളിമ്പിക്സ് വേദി ഏതാ? 2028 അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസും 2032 എവിടെ? ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേണിലുമാണ് അടുത്ത ഒളിമ്പിക്സ് വേദി. എവിടെയെന്ന് ചോദിച്ചാൽ അത് എത്രയെന്ന് നോക്കുക. ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് എത്ര പേർ പങ്കെടുത്തു? 117 പേര് പങ്കെടുത്തു. അതിൽ എത്ര പേര് മലയാളികൾ ഉണ്ടായിരുന്നു? 7 മലയാളികളാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് ആരാണ്? ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് PV സിന്ധുവും അജന്ത ശരത് കമാലും അല്ലെ. സമാപന ചടങ്ങിൽ ആരായിരുന്നു? അത് നമ്മുടെ PR ശ്രീജേഷും പിന്നെ ആരായിരുന്നു? മനു ഭാക്കറുമാണ് സമാപന ചടങ്ങിൽ പതാക ഏന്തിയത്. 1ാം സ്ഥാനം ആർക്കായിരുന്നു? അമേരിക്ക. 2ാം സ്ഥാനം ആർക്കാ? ചൈന. 3ാം സ്ഥാനം ആർക്കാ? ജപ്പാൻ. 4ാം സ്ഥാനം ഓസ്ട്രേലിയ. 5ാം സ്ഥാനം ഫ്രാൻസിനായിരുന്നു അല്ലെ. മെഡലുകൾ എങ്ങനെയാണ്? 40 സ്വർണം ഉൾപ്പെടെ 126 മെഡൽ ആർക്ക് കിട്ടി? 1ാം സ്ഥാനമായ അമേരിക്കയ്ക്ക് കിട്ടി. അതുപോലെ ചൈനയ്ക്കോ 40 സ്വർണം ഉൾപ്പെടെ 91 മെഡലുകളാണ് ചൈനയ്ക്ക് 2ാം സ്ഥാനത്ത് കിട്ടിയത്. ജപ്പാന് 20 സ്വർണം ഉൾപ്പെടെ 45 മെഡലുകളുമായിട്ട് 3ാം സ്ഥാനത്താണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 71ാം സ്ഥാനമാണ്. ഗോൾഡ് ഉണ്ടോ? ഇല്ല. സിൽവർ ഒരെണ്ണം ഉണ്ട് അല്ലെ. വെള്ളി ഒരെണ്ണം ഉണ്ട്. വെങ്കലം എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. മൊത്തം 6 മെഡലുകൾ വെട്ടി 71ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് അല്ലെ. 2024 എത്ര പേര് പോയി? 117 പേരാണ് പോയത്. 1 വെള്ളിയും 5 വെങ്കലവുമായി എത്രാം സ്ഥാനത്താണ്? 71ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് നിൽക്കുന്നത്. നീരജ് ചോപ്രയ്ക്കല്ലേ ജാവലിൻ ത്രോയിൽ വെള്ളി കിട്ടിയത്? എത്ര മീറ്റർ എറിഞ്ഞാണ് വെള്ളി കിട്ടിയത്? 89.45 മീറ്റർ എറിഞ്ഞാണ്. 89.45 മീറ്റർ എറിഞ്ഞാണ് അദ്ദേഹത്തിന് വെള്ളി കിട്ടിയത്. നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തുകാരൻ? ഹരിയാന. മനു ഭാക്കറോ? അതും ഹരിയാന. ഈ നീരജ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് പാകിസ്ഥാൻകാരനല്ലേ? ആരായിരുന്നു? റെക്കോർഡോട് കൂടി സ്വർണം നേടിയത് അർഷാദ് നദീമാണ്. 92.97 മീറ്റർ എറിഞ്ഞാണ് അദ്ദേഹം റെക്കോർഡോട് കൂടി സ്വർണം നേടിയത്. ഓർത്തു വെച്ചിരിക്കണേ. മനു ഭാക്കറിന് ഏതിനാണ് വെങ്കലം
കിട്ടിയത്? ഷൂട്ടിങ്ങിലായിരുന്നു അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരവും മനു ഭാക്കർ അല്ലേ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിലാണ് മിക്സഡ് വിഭാഗത്തിലും അങ്ങനെ 2 വെങ്കലം ആർക്ക് കിട്ടി? മനു ഭാക്കറിന് കിട്ടി. അതുകൊണ്ട് 2 വെങ്കലം കിട്ടി. പിന്നെ സ്വപ്നിൻ കുശാലെ ഷൂട്ടിങ്ങിലെ ഒരു വെങ്കലം കിട്ടിയത് സ്വപ്നിൻ കുശാലയ്ക്ക് കിട്ടി. ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലമല്ലേ കിട്ടിയത്? കഴിഞ്ഞ പ്രാവശ്യവും വെങ്കലം കിട്ടി, ഈ പ്രാവശ്യവും വെങ്കലം ഇന്ത്യൻ ഹോക്കി ടീമിന് കിട്ടി. ഹോക്കിയിൽ സ്വർണം നേടിയത് ആരാ? നെതർലൻഡ്സ് ആണ് സ്വർണം നേടിയത്. വെള്ളി നേടിയത് ജർമ്മനി. ഇന്ത്യക്ക് എന്ത് കിട്ടി? വെങ്കലമാണ് ഹോക്കിയില് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരാ? ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു. ഗോൾ കീപ്പർ ആരാ? PR ശ്രീജേഷ്. കഴിഞ്ഞ പ്രാവശ്യം PR ശ്രീജേഷിന് ഉണ്ടായിരുന്നു. അങ്ങനെ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്നുള്ള ഒരു ബഹുമതി ആർക്ക് കിട്ടി? PR ശ്രീജേഷിന്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്ക. പക്ഷേ ഒളിമ്പിക്സ് ഹോക്കിയിൽ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്ന ബഹുമതി ആർക്കാ? PR ശ്രീജേഷ്. ഏത് ജില്ലക്കാരനാ PR ശ്രീജേഷ്? അത് എറണാകുളംകാരനാണ് PR ശ്രീജേഷ്. പിന്നെ ലാസ്റ്റ് ഒരു വെങ്കലം ഗുസ്തിയിൽ നമുക്ക് കിട്ടി. അമൻ സെഹരാവത്ത് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഗുസ്തിയിൽ ഇന്ത്യയിലെ വെങ്കലം കിട്ടിയത്. ഓർത്തോ, വിനേഷ് ഫോഗട്ട് ഔട്ട് ആയില്ലായിരുന്നോ നമുക്ക്? എന്തായിരുന്നു? അതായത് റെസ്ലിംഗിൽ ഫൈനലിൽ എത്തിയത് അയോഗ്യത കൽപ്പിക്കപ്പെട്ട താരമായിരുന്നല്ലേ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. 50 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു അവർ വിജയിച്ചിരുന്നത്. അതെല്ലാം ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് 2024 ആദ്യം നടന്നത് ഗ്രീസിലെ ഏതൻസിലാണ്. ഒളിമ്പിക്സ് നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഏതൻസിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയിമാർ. കഴിഞ്ഞ പരീക്ഷയ്ക്കും വൈസ്രോയി ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. എന്തായിരുന്നു വൈസ്രോയി? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻലിത്കോ പ്രഭു ചോദിച്ചില്ലായിരുന്നോ? 1940 ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻലിത്കോ പ്രഭു. പ്രധാനപ്പെട്ട വൈസ്രോയിമാർ പരിഷ്കാരങ്ങൾ ഒന്ന് പറയാം. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ആരാ? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണ്. സതി നിർത്തലാക്കിയത് ആരാ? സതി നിർത്തലാക്കിയത് വില്യം ബെന്റിക് പ്രഭു ആണ് അല്ലെ. പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ആരാ? പ്രാദേശിക ഭാഷ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു ആണ്. ലിട്ടൺ പ്രഭു. ഔദ്യോഗിക സെൻസസ് എടുത്ത വൈസ്രോയി, ജനകീയ വൈസ്രോയി എന്നൊക്കെ അറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് റിപ്പൺ പ്രഭു ആണ്. ജനകീയ വൈസ്രോയി ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് എടുത്തത് ആരാണ്? അത് റിപ്പൺ പ്രഭു ആണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാ? ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഡഫറിൻ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് ആരാ? അത് കട്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കട്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ മിന്റോ സെക്കൻഡ് ആണ് കേട്ടോ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാ? ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരെന്ന് വെച്ചാൽ ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് അല്ലെ. അതുപോലെ ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭു. എന്നാ ചൗരി ചൗര സംഭവം? 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം. എത്ര പോലീസുകാർ കൊല്ലപ്പെട്ടു? 22 പോലീസുകാർ. എവിടാ നടന്നത്? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൗര സംഭവം നടന്നത് അല്ലെ. 22 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടക്കുന്നത്. അതിനെ തുടർന്ന് അപ്പൊ റീഡിംഗ് പ്രഭു ആണ്. നമുക്ക് തിരിച്ചു വരാം. സൈമൺ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഇർവിൻ പ്രഭു ആണ്. 1ാം വട്ടമേശ സമ്മേളനത്തിലും ഇർവിൻ പ്രഭു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ വെല്ലിംഗ്ടൺ പ്രഭു. 1ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻലിത്കോ പ്രഭു 1940. അതുപോലെ മുംബൈ കലാപം നടക്കുമ്പോഴും സിംല കോൺഫറൻസും നാവിക കലാപം നടക്കുമ്പോഴും സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു ആണ്. വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ വരുമ്പോഴും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഒക്കെ പാസ്സാക്കുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാ? അത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇന്ത്യക്കാരനായ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ C രാജഗോപാലാചാരി പറയാം കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരൻ C രാജഗോപാലാചാരിയാണ്. അപ്പൊ സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് ആരാണ്? അത് വേവൽ പ്രഭു ആണ്. ചൗരി ചൗര സംഭവം ഏത് വർഷം? 1922. പെട്ടെന്ന് അതെല്ലാം ഒന്ന് പറഞ്ഞേ. ബംഗാൾ വിഭജനം ഏത് വർഷം? 1905. റദ്ദ് ചെയ്തതെന്ന 1911 റദ്ദ് ചെയ്തത് ബംഗാൾ വിഭജനം. ചമ്പാരൻ സത്യാഗ്രഹം 17, അഹമ്മദാബാദ് മിൽ പണിമുടക്ക് 18, അതുപോലെ കേദാ സത്യാഗ്രഹവും 18. അഹമ്മദാബാദ് മിൽ പണിമുടക്കും കേദാ സത്യാഗ്രഹവും 18. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതുപോലെ റൗലക്റ്റ് സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് എന്ന് വിളിക്കുന്നത് റൗലക്റ്റ് സത്യാഗ്രഹമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് അത് 19 രണ്ടും റൗലക്റ്റ് സത്യാഗ്രഹവും നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും. ജാലിയൻ വാലാബാഗ്
ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ്. ഓക്കെ, ജനറൽ ഡയർ അല്ലേ വെടിവെച്ചത്? ആണ്, ജനറൽ ഡയർ വെടിവെച്ചു. ഉത്തരവിട്ടത് മൈക്കിൾ ഒ ഡയർ ആണ് അല്ലെ. ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെല്ലാം പ്രസംഗിച്ചു കൊണ്ടിരുന്നത് പഞ്ചാബികളുടെ ഒരു വൈശാഖി ഉത്സവ ദിവസം, പഞ്ചാബികളുടെ ഒരു വൈശാഖി ഉത്സവ ദിവസമായിരുന്നു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. എന്ന ഡേറ്റ് ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല പഞ്ചാബിലെ അമൃത്സറിൽ ഏപ്രിൽ 13-നാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഏതാ? ഹണ്ടർ കമ്മീഷനാണ് അല്ലെ. അടുത്ത 20 നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ ആദ്യത്തെ ജനകീയ പ്രക്ഷോഭം ഏതാ? നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജി 3 ജനകീയ സമരങ്ങളല്ലേ നടത്തിയിട്ടുള്ളൂ. ഏതൊക്കെയാണ് 3 ജനകീയ സമരങ്ങൾ? 20 നിസ്സഹകരണ പ്രസ്ഥാനം, 30 നിയമലംഘന പ്രസ്ഥാനം, 42 ക്വിറ്റ് ഇന്ത്യ സമരം. 20 നിസ്സഹകരണ പ്രസ്ഥാനം, 30 നിയമലംഘന പ്രസ്ഥാനം, 42 ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി നടത്തിയ 3 ജനകീയ സമരങ്ങൾ. അതുപോലെ 42 ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പം 20 നിസ്സഹകരണ പ്രസ്ഥാനം. എന്നാ ചൗരി ചൗര സംഭവം 22. സ്വരാജ് പാർട്ടി എന്നാ രൂപീകരിച്ച് 23. ആരൊക്കെ ചേർന്ന സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്നാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആദ്യമായി പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുമാരാ? സ്വരാജ് പാർട്ടിയാണ് പറഞ്ഞത് അല്ലെ. എന്നാ ബർദോളി സത്യാഗ്രഹം 1928. ഗുജറാത്തിലല്ലേ സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ്. നെഹ്റു റിപ്പോർട്ടും 28 ആണ്. നെഹ്റു റിപ്പോർട്ടും 28. ആരാ നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ? നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആണ്. മറന്നുപോരുത്. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 27 ആണെങ്കിലും ഇന്ത്യയിലെത്തിയതെന്ന 28. സൈമൺ കമ്മീഷന്റെ തലവനാരാ? സർ ജോൺ സൈമൺ അല്ലെ. ക്രിപ്സ് മിഷൻ ഏത് വർഷം? ക്രിപ്സ് മിഷൻ 42. ആരാ തലവൻ? സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് തലവൻ. ക്യാബിനറ്റ് മിഷൻ ഏത് വർഷം? 46. ആരാ തലവൻ? പെദ്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷന്റെ തലവൻ ആരാണ്? പെദ്വിക് ലോറൻസ്. അപ്പം സൈമൺ കമ്മീഷൻ 27 രൂപീകരിച്ചു, 28 എത്തിച്ചേർന്നു. ക്രിപ്സ് മിഷൻ 42, ക്യാബിനറ്റ് മിഷൻ 46 അല്ലെ. തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിളിച്ചത് ക്രിപ്സ് മിഷനെയല്ലേ? ആണ്. ഗാന്ധിജി ആദ്യമായി വ്യക്തി സത്യാഗ്രഹത്തിന് ഇരുത്തിയ വ്യക്തി ആരാ? വിനോബാ ഭാവെ അല്ലെ. വ്യക്തി സത്യാഗ്രഹത്തിന് ഇരുത്തിയ വ്യക്തി ആരാ? വിനോബാ ഭാവെ. പൗനാറിലെ സന്യാസി എന്ന് വിളിക്കുന്നത് വിനോബാ ഭാവെ അല്ലേ. മാക്സേസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാരാ? വിനോബാ ഭാവെയാണ്. പൗനാറിലെ സന്യാസി എന്നും മാക്സേസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് വിളിക്കുന്നത് വിനോബാ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് ഗാന്ധിജി കേരളത്തിലേക്ക് വിട്ടതും വിനോബാ ഭാവെയല്ലേ? ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് ഗാന്ധിജി കേരളത്തിലേക്ക് വിട്ടതും വിനോബാ ഭാവെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് 28 നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു. 29 പൂർണ്ണ സ്വരാജ് പ്രമേയം ഇവിടെ ലാഹോറിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ INC പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനം. 30 ഉപ്പ് സത്യാഗ്രഹവും നിയമലംഘന പ്രസ്ഥാനവും ആണ്. 30 ഉപ്പ് സത്യാഗ്രഹവും നിയമലംഘന പ്രസ്ഥാനം. ഹെൻറി ഡേവിഡ് തോറോ ഗാന്ധിജിക്ക് നിയമലംഘനം പ്രസ്ഥാനം എന്ന ആശയം കൊടുത്തതാരാണ്? തോറോ എന്ന് പറയുന്ന ആളാണ് കൊടുത്തത്. അപ്പൊ 30 നിയമലംഘന പ്രസ്ഥാനം, 30 തന്നെയാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തിന് പാടിയ പാട്ട് ഏതാണ്? ഉപ്പ് സത്യാഗ്രഹത്തിന് പാടിയ പാട്ട് കേരളത്തിലാണെങ്കിൽ വരിക സഹചരെ അല്ലെ. കേരളത്തിൽ K കേളപ്പൻ, വരിക സഹചരെ. അംശി നാരായണ പിള്ളയാണ് അത് എഴുതിയതാരെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യയിൽ ഏത് പാട്ടാ? രഘുപതി രാഘവ രാജാറാം അല്ലെ. ലക്ഷ്മണാചാര്യ എഴുതി, വിഷ്ണു ദിഗംബർ പുരസ്കാർ സംഗീതം കൊടുത്ത രഘുപതി രാഘവ രാജാറാം ആണ് ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പാടിയത് അല്ലെ. അതുപോലെ ഈ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരനെയാണ് അല്ലെ. ഇന്ത്യയിൽ ഒരു ധരാസന ഉപ്പ് സത്യാഗ്രഹം ഉണ്ടായിരുന്നല്ലോ. ആരാ നേതാവ്? ധരാസന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് സരോജിനി നായിഡു ആണ് അല്ലെ. സരോജിനി നായിഡു. വടക്കൻ പ്രവിശ്യകളിലൊക്കെ പ്രധാനമായിട്ടും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ലെ. ഖുദായി ഖിദ്മക്കർ പ്രസ്ഥാനം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഭാരതരത്ന നേടിയ ആദ്യ വിദേശിയാരാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. രണ്ടാമത്തെ വിദേശിയാരാ? നെൽസൺ മണ്ടേല. ഭാരതരത്ന നേടിയ ആദ്യത്തെ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും രണ്ടാമത്തെ വിദേശി ആരാണ്? നെൽസൺ മണ്ടേല. 87 ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും 90 നെൽസൺ മണ്ടേലയ്ക്കും കൊടുക്കുന്നത്. 2 വിദേശിക്ക് ഭാരതരത്നം വിദേശികൾക്ക് കൊടുത്തിട്ടുള്ളൂ അല്ലെ. ഈ പ്രാവശ്യത്തെ ഭാരതരത്നം ആർക്കാ കൊടുത്തത്? ബീഹാർ മുഖ്യമന്ത്രിയായ കർപ്പൂരി ഠാക്കർ അല്ലെ. മുൻ മുഖ്യമന്ത്രിയായ നമ്മുടെ MS സ്വാമിനാഥൻ, LK അദ്വാനി, ചരൺ സിംഗ്, നരസിംഹറാവു അല്ലെ. നരസിംഹറാവു, ചരൺ സിംഗ്, LK അദ്വാനി, MS
സ്വാമിനാഥൻ, കർപ്പൂരി ടാക്കർ, ഇത്രയും പേർക്കാണ് ഭാരതരത്നം കൊടുത്തത്. അപ്പൊ ആദ്യം കൊടുത്തത് ആർക്കാ? 1954 സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇവർക്ക് 3 പേർക്കുമാണ് ആദ്യമായിട്ട് ഭാരതരത്നം കൊടുക്കുന്നത് കേട്ടോ. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. രണ്ടാമത്തെ വനിതയാണ് മദർ തെരേസ. പക്ഷേ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത, ഒരേ ഒരു ഇന്ത്യൻ വനിതയും മദർ തെരേസ തന്നെ. ഭാരതരത്നം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധിയാണ് പറയേണ്ടത്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് വിളിക്കുന്നത് ആരെയാ? ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് വിളിക്കുന്നത്. 1969-ലും 80-ലും 2 ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഓർക്കണം, ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് മൈ ട്രൂത്ത് എന്നതാണ്. മൈ ട്രൂത്ത് ആണ് ഇന്ദിരാഗാന്ധി. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. 30-ൽ ഉപ്പ് സത്യാഗ്രഹം പറഞ്ഞു, നിയമലംഘന പ്രസ്ഥാനം പറഞ്ഞു അല്ലെ. 30-ൽ തന്നെ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ പ്രധാനമന്ത്രി ആരാ? റംസെ മക്ഡൊണാൾഡ് അല്ലെ. റംസെ മക്ഡൊണാൾഡ് എവിടെയാ? ലണ്ടനിലെ ജെയിംസ് പാലസ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ലണ്ടനിലെ ജെയിംസ് പാലസ്. വട്ടമേശ സമ്മേളനങ്ങളിൽ 1-ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭുവും 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ വെല്ലിംഗ്ടൺ പ്രഭുവും. ഗാന്ധിജി പോയത് ഏതിലാ? 2-ാം വട്ടമേശ സമ്മേളനത്തിൽ. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് ആരൊക്കെയാ? 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് ബി.ആർ. അംബേദ്കർ, ജഗനാര ഷാനവാസ് അല്ലെ. ബി.ആർ. അംബേദ്കർ, ജഗനാര ഷാനവാസ്, തേജ് ബഹാദൂർ സപ്രോ, ഹെൻറി കിഡ്നി, ഇങ്ങനെ കുറെ പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി.ആർ. അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രോ, ജഗനാര ഷാനവാസ്, ഇവരൊക്കെയാണ് 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് കേട്ടോ. ഏത് കൊട്ടാരവിടെ? ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് ഇത്. അപ്പൊ 32 പഠിച്ചേ, 30, 31, 32 പഠിച്ചു. ഗാന്ധി ഇർവിൻ ഉടമ്പടി 31-ലാണ്. പൂന ഉടമ്പടി ആരൊക്കെ തമ്മിലാണ്? 32-ൽ നടന്ന പൂന ഉടമ്പടി ഗാന്ധിജിയും ബി.ആർ. അംബേദ്കറും തമ്മിൽ. പൂന ഉടമ്പടി ഗാന്ധിജിയും ബി.ആർ. അംബേദ്കറും തമ്മിലാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസെ മക്ഡൊണാൾഡ് ആണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് റംസെ മക്ഡൊണാൾഡ് ആണ്. 40-ലാണ് വ്യക്തി സത്യാഗ്രഹം. 40-ൽ തന്നെയാണ് ഓഗസ്റ്റ് ഓഫർ. 42-ലല്ലേ കിറ്റ് ഇന്ത്യ സമരം. ആഗസ്റ്റ് 8-ന് കിറ്റ് ഇന്ത്യ സമ്മേളനവും കിറ്റ് ഇന്ത്യ സമരം നടന്നത് ആഗസ്റ്റ് 9. അതുകൊണ്ട് കിറ്റ് ഇന്ത്യ ദിനം എന്നു ചോദിച്ചാൽ ആഗസ്റ്റ് 9 പറയേണ്ടത്. കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ, കിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലിയാണ് അല്ലെ. കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ലേ കീഴറിയൂർ ബോംബ് കേസ്. എന്നാ കീഴറിയൂർ ബോംബ് കേസ്? 42. ഏതാ? കോഴിക്കോട് ഫറോക്ക് പാലവുമായി ബന്ധപ്പെട്ടതാണ്. ഫറോക്ക് പാലം ബോംബ് കേസുമായി ബന്ധപ്പെട്ടതാണ് കീഴറിയൂർ ബോംബ് കേസ്. കീഴറിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിളിക്കുന്നത് ആരെയാ? കെ.ബി. മേനോനാണ് കീഴറിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം. വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു നാടകം ഈ കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടതാണ്. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ 42-ൽ കിറ്റ് ഇന്ത്യ സമരം. 45-ൽ ഏതാണ്? 45-ല് സിംല കോൺഫറൻസ്. 46-ല് നാവിക കലാപവും നടന്നു കേട്ടോ. നാവിക കലാപം. ഇത്രയാണ് ആ ഒരു കേസ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചിരിക്കുക. ബ്രഹ്മസമാജം ആരുടെയാ? ബ്രഹ്മസമാജവും ആത്മീയ സഭയും രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ രാജാറാം മോഹൻ റോയിയുടെയാണ്. നീൽ ദർപ്പൺ എന്ന നാടകം ആരുടെ? നീൽ ദർപ്പൺ ഒരു ബംഗാളി കർഷകരുടെ എന്ന് പറയുന്നതാണ്. ദീനബന്ധു മിത്ര കേട്ടോ. നീൽ ദർപ്പൺ എന്ന നാടകകാരുടെ ദീനബന്ധു മിത്ര. ഷോം പ്രകാശ് എന്ന മാസിക ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിലെ വിധവകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഷോം പ്രകാശ്. ഗോദാൻ, പ്രേമാശ്രമം, രംഗഭൂമി, സേവാസദൻ, ഇതൊക്കെ ആരുടെ കൃതിയാണ്? ഗോദാൻ, പ്രേമാശ്രമം, രംഗഭൂമി, സേവാസദൻ, ഇതൊക്കെ പ്രേംചന്ദിന്റെ കൃതിയാണ്. ഗോറ, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഗീതാഞ്ജലി, ഇതൊക്കെ ആരുടെ കൃതിയാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ്. ഗോറ, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഗീതാഞ്ജലി അല്ലെ. ടാഗോറിന് എന്നാ നോബൽ സമ്മാനം ലഭിച്ചത്? 1913-ലാണ് ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയത്. ടാഗോർ സ്ഥാപിച്ചതല്ലേ ശാന്തി നികേതൻ. 1901-ൽ സ്ഥാപിച്ച ശാന്തി നികേതൻ 1921-ൽ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? വിശ്വഭാരതി സർവകലാശാലയായിട്ട് 21-ൽ ടാഗോറിന്റെ അറിയപ്പെടുന്നു. എവിടെയാണ് വിശ്വഭാരതി സർവകലാശാല? പശ്ചിമ ബംഗാളിലാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ജനഗണമന എഴുതിയത് ടാഗോർ അല്ലേ. ജനഗണമന പാടിയ വർഷം 1911-ലും വന്ദേ മാതരം പാടിയ വർഷം 1896-ലാണ്. രണ്ടും ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര് എന്നതാണ്.
ഓക്കെ, അപ്പം പൊയ്കയിൽ യോഹന്നാന്റെ സംഘടന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ. ഏത് വർഷമാ? 1909 അത് സ്ഥാപിച്ചത് അല്ലെ. അദ്ദേഹത്തിന്റെ കവിതാ സമാരം രത്നമണികൾ എന്ന് പറയുന്ന ഒരു കവിതാ സമാരമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ് ജനിച്ചത്. മാവേലി നാടുവാൺ ഇടുംകാലം എന്ന ഗാനം ആരുടെയാണ്? എന്ന ഗാനം രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പന് 2 പ്രസ്ഥാനങ്ങളുണ്ട്, സഹോദര സംഘവും മിശ്രഭോജനവും. 1917 വരുന്നത്. ആത്മവിദ്യാസംഘം ആരുടെയാ? വാഗ്ഭടാനന്ദൻ. 1917 തന്നെ ആത്മവിദ്യാസംഘം വരുന്നത്. വാഗ്ഭടാനന്ദൻ ജനിച്ചത് എവിടെ? കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. കുഞ്ഞിക്കണ്ണൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. കുഞ്ഞിക്കണ്ണൻ എന്നതാണ് അല്ലെ. അയ്യങ്കാളിയുടെ സംഘടന സാധുജന പരിപാലന സംഘമല്ലേ? അതെന്താണ്? അത് 1907 സാധുജന പരിപാലന സംഘം. അരേ സമാജം പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ? അതും 1907 തന്നെയാണ് അരേ സമാജം സ്ഥാപിച്ചത്. VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭ വരുന്നത് 1908 VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭ വരുന്നത് 1908. അതുപോലെ നമ്മള് പ്രധാനമായിട്ട് SNDP വരുന്നത് 1903 ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനും ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവുമാണ്. 1903 SNDP വരുന്നത്. NSS ഏത് വർഷമാണ് വരുന്നത്? 1914. ചങ്ങനാശ്ശേരിയിലെ പെരുന്ന കേന്ദ്രമാക്കിക്കൊണ്ട് മന്നത്ത് പത്മനാഭൻ അല്ലേ NSS സ്ഥാപിച്ചത്? 1914. നായർ ഭൃത്യജന സംഘം എന്നതല്ലേ NSSന്റെ ആദ്യകാല നാമം. ഭാരത കേസരി എന്ന് വിളിക്കുന്നത് ആരെയാ? മന്നത്ത് പത്മനാഭനെയാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ ഭാരത കേസരി എന്നൊക്കെ വിളിക്കുന്നത് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണജാഥ നയിച്ചതും വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാജാഥ നയിച്ചതും ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അല്ലെ. ആ വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം ഏതാണ്? വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം സമത്വ സമാജം. ഏത് വർഷമാ? 1836 കേട്ടോ. 1836 സമത്വ സമാജം വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന ഏതെന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജം. 1836 അഖിലത്തിരട്ട്, അമ്മാനെ അരുള്, അരുൾ നൂല് എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് അല്ലെ. നാഗർകോവിലെ സാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. മുന്തിരി കിണറൊക്കെ സ്ഥാപിച്ചത് അദ്ദേഹമല്ലേ. ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളല്ലേ? ആണ്, വൈകുണ്ഠ സ്വാമികളെയാണ് ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ. എന്താണ് ചാനാർലകള? 1859. നമുക്ക് പെട്ടെന്ന് കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ വർഷങ്ങളിലൂടെ ഒന്ന് പോകാം. അഞ്ചുതെങ്ങ് കലാപം എന്ന 1697 അഞ്ചുതെങ്ങ് കലാപം. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാ? അത് നമ്മുടെ വേണാട് ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലുള്ള വേണാട് ഉടമ്പടി. അത് 1723 കേട്ടോ. 1721 അഞ്ചുതെങ്ങ് കലാപം. വേണാട് ഉടമ്പടി 1723. കുളച്ചൽ യുദ്ധം ഏത് വർഷം? 1741 അല്ലെ. ഡച്ചുകാരെ പുറത്താക്കിയ യുദ്ധമല്ലേ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരനായ വലിയ കപ്പിത്താൻ എന്ന് വിളിക്കുന്ന ദിലനോയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ്. ഡച്ചുകാരെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കിയ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. ഏത് വർഷമാ? 1741. പിന്നെ 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം കേട്ടോ. തൃപ്പടിദാനം നടത്തിയ രാജാവാരുടെ? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ പേരെന്താ? അനിഴം തിരുനാൾ കേട്ടോ. അനിഴം തിരുനാൾ 1750. 1766 രണ്ടാം തൃപ്പടിദാനം ധർമ്മരാജയെ നടത്തിയത്. ധർമ്മരാജ ആരാണ്? ധർമ്മരാജ എന്ന കൃതി എഴുതിയത് ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ എന്നീ കൃതികൾ എഴുതിയത് CV രാമൻ പിള്ളയാണ് കേട്ടോ. CV രാമൻ പിള്ള. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. 1797 1793-97 ഒന്നാം പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതിയും. 1800-1805 രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുത്തതും അല്ലെ. പഴശ്ശിരാജയുടെ കേന്ദ്രം എവിടെ? കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ്. പഴശ്ശിരാജയുടെ മൊത്തപ്പേരെന്താ? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശി മ്യൂസിയം മാനന്തവാടി. പഴശ്ശി അണക്കെട്ട് കണ്ണൂര് വളപട്ടണം പുഴയില്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ല്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചതാരാ? സർദാർ KM പണിക്കരുടെ കേരള സിംഹം എന്ന് പറയുന്ന കൃതിയിലാണ്. സർദാർ KM പണിക്കരുടെ പ്രധാന കൃതി ഏതാ? ഹിസ്റ്ററി ഓഫ് കേരള, കേരള സിംഹം എന്നീ കൃതികൾ. സർദാർ രണ്ടു ചൈനയിൽ, പറങ്കി പടയാളികൾ, ഇതൊക്കെ സർദാർ KM പണിക്കരുടെ പ്രധാന കൃതിയാണ്. അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശിരാജ കൊല്ലപ്പെട്ട ഡേറ്റ് എന്ന 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്. മാനന്തവാടിയിലെ മാവിലാൻ തോട്
അല്ലേ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത് മാനന്തവാടിയിൽ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. ആരാ കുണ്ടറ വിളംബരം നടത്തിയത്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്താ? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നതാണ്. വേലുത്തമ്പി ദളവ ഏത് രാജാവിന്റെ ദിവാനായിരുന്നു? അവിട്ടം തിരുനാളിന്റെ ദിവാനായിരുന്നു. വേലുത്തമ്പിയെ ആത്മഹത്യ ചെയ്തത് എവിടാ? പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ. വേലുത്തമ്പിയെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി തൂക്കിലേറ്റിയത് എവിടാ? കണ്ണമ്മൂലയിൽ. അപ്പൊ എന്നാ കുണ്ടറ വിളംബരം? 1809 ജനുവരി 11. കുറിച്യല്ലകള ഏത് വർഷം? 1812. ആരാ കുറിച്യല്ലകളയുടെ നേതാവ്? കുറിച്യല്ലകളയുടെ നേതാവ് രാമൻ നമ്പിയായിരുന്നു അല്ലെ. ചാനാലകള ഏത് വർഷം? 1859 ചാനാലകള. ചാനാലകളെ തുടർന്ന് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്ത തിരുവിതാംകൂർ രാജാവാര? ഉത്രം തിരുനാൾ. ചാനാലകളെ തുടർന്ന് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തത് ഏതാണ്? ഉത്രം തിരുനാൾ. ഏത് വർഷമാണ് ചാനാലകള? 1859 ചാനാലകള. ചാനാലകള സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ. പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. പിന്നെ 1859 കഴിഞ്ഞാൽ 1869 കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാൾ നടത്തിയായിരുന്നു കേട്ടോ. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയതാരാ? ആയില്യം തിരുനാൾ. സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് വർഷമാണ്? 1869. മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്? 1891 മലയാളി മെമ്മോറിയൽ. 91 അല്ലെ. മലയാളി മെമ്മോറിയലിന്റെ നേതാവാരാ? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതാരാ? CV രാമൻ പിള്ള. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം. നിയമോപദേശം നൽകിയത് നോട്ടൻ അല്ലേ. ഏത് വർഷം മലയാളി മെമ്മോറിയൽ? 1891. ഏത് രാജാവിന് കൊടുത്തു? ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയൽ 96 അതും ശ്രീമൂലം തിരുനാളിനാണ് കൊടുത്തത്. അതിന്റെ നേതാവാരാ? ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന്റെ നേതാവ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 അതാർക്കാ കൊടുത്തത്? അന്ന് തിരുവിതാംകൂർ സന്ദർശിച്ച കട്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊടുത്തത്. ഓർക്ക. വില്ലുവണ്ടി യാത്ര ഏത് വർഷമാണ്? 1893. വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ വില്ലുവണ്ടി യാത്ര 1893 ഓർത്ത് വെച്ചിരിക്കണേ. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ 1915 നമ്മുടെ പുലേ ലഹള നടന്നത്. 1915. 21 മലബാർ ലഹളയും വാഗൺ ട്രാജഡിയും കേട്ടോ. മലബാർ ലഹളയും വാഗൺ ട്രാജഡിയും. മലബാർ ലഹളയുടെ കേന്ദ്രം എവിടെ? തിരൂരങ്ങാടിയാണ്. മലബാർ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കിലല്ലായിരുന്നോ? മലബാർ ലഹളയുടെ നേതാക്കന്മാരൊക്കെയാ? അലി മുൽസലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങളൊക്കെ ആയിരുന്നു അല്ലെ. മലബാർ ലഹളയെ തുടർന്ന് മലബാർ ലഹള അന്വേഷിച്ച കമ്മീഷൻ സ്ട്രേഞ്ച് കമ്മീഷനും വില്യം ലോഗൻ കമ്മീഷനും. സ്ട്രേഞ്ച് കമ്മീഷനും വില്യം ലോഗൻ കമ്മീഷനും. മലബാർ മാനുവൽ എഴുതിയതും വില്യം ലോഗൻ അല്ലേ? ആണ്. മലബാർ മാനുവൽ എഴുതിയതും വില്യം ലോഗനാണ്. അതുപോലെ വാഗൺ ട്രാജഡി മലബാർ ലഹളയെ തുടർന്നല്ലേ നടന്ന? ഡേറ്റോട് കൂടി പറഞ്ഞ് 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂരാണ് വാഗൺ ട്രാജഡി സ്മാരകം. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാ? നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡി. എന്നാ വൈക്കം സത്യാഗ്രഹം 24. ബാഹുലേയൻ, കുഞ്ഞാപ്പി, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 വ്യത്യസ്ത ജാതിയിൽപ്പെട്ട് തുടങ്ങിയവരല്ലേ? ജാതിയിൽപ്പെട്ടവർ തുടങ്ങിയ സത്യാഗ്രഹമല്ലേ വൈക്കം സത്യാഗ്രഹം? 24. വൈക്കം ഏത് ക്ഷേത്രം, ഏത് കായലിന്റെ അടുത്താ? വേമ്പനാട്ട് കായലിന്റെ അടുത്ത്. 24 വൈക്കം. അതിനെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനല്ലേ? 26 ശുചീന്ദ്രൻ സത്യാഗ്രഹം ആണ്. വൈക്കം സത്യാഗ്രഹം നടത്താൻ വേണ്ടി പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. കാക്കിനാട സമ്മേളനത്തിൽ പോയി പ്രമേയം അവതരിപ്പിച്ചത്. അപ്പൊ 24 വൈക്കം സത്യാഗ്രഹം, 26 ശുചീന്ദ്രം സത്യാഗ്രഹം, നായിഡു. പിന്നെ 30 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 32 നിവർത്തന പ്രക്ഷോഭം, 31 ഗുരുവായൂർ, 32 ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവാരാ? അത് C കേശവന. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ കേളപ്പനും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനുമാണ്. അപ്പൊ AK ഗോപാലന്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ K കേളപ്പനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരാ? മന്നത്ത് പത്മനാഭൻ. അപ്പൊ 32 നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവാണ് C കേശവനാണ് അല്ലെ. കേരളത്തിൽ PSC കൊണ്ടുവരാൻ കാരണമായ പ്രക്ഷോഭം ഏതെന്നൊക്കെ ചോദിച്ചാല് നിവർത്തന പ്രക്ഷോഭം നിങ്ങൾക്ക് പറയാം. അപ്പൊ 32 അത് കഴിഞ്ഞാൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. 31 നമ്മുടെ VT ഭട്ടതിരിപ്പാടിന്റെ യാചന യാത്ര കേട്ടോ. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചന യാത്ര. അത് 31 പട്ടിണി ജാഥ ആരുടെയാ? അത് AKGയുടെ 36 പട്ടിണി ജാഥ 36 AKG ആണ്. 36 നമ്മുടെ വൈദ്യുത സമരം കൊച്ചിയിൽ തൃശ്ശൂര് വൈദ്യുത സമരം നടന്ന 36 കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ഷെഡ്ഡിക്ക് എതിരെ ഇക്കണ്ട വാര്യരുടെ നേതൃത്വത്തിൽ. മറന്നുപോരുത്. 36 ഏതായിരുന്നത്? 36 വൈദ്യുത സമരം. അതുപോലെ
36 ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശനം. അപ്പൊ 36 മൂന്നെണ്ണം പഠിച്ചേ. പട്ടിണി ജാഥ 36, വൈദ്യുത സമരം 36, ക്ഷേത്രപ്രവേശന വിളംബരം 36 നവംബർ 12-ന്. ചിത്തിര തിരുനാളല്ലേ പ്രഖ്യാപിച്ചത്, ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. 38 അക്കമ്മ ചെറിയാൻ നടത്തിയ രാജധാനി മാർച്ച് ആണ്. രാജധാനി മാർച്ച് 38. കടക്കൽ സമരം 38 ആണ്. കടക്കൽ ഫ്രാങ്കോ അഥവാ ഫ്രാങ്കോ രാഘവൻ പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ നടന്ന കടക്കൽ സമരം 38. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 38. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് പട്ടം താണുപിള്ള കേട്ടോ സ്ഥാപിച്ചത്. സ്ഥാപക പ്രസിഡന്റ് ആരെന്നൊക്കെ ചോദിച്ചാൽ പട്ടം താണുപിള്ള 38. 40 കണ്ണൂര് നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമായ മൊറാഴ സമരം നടന്നത് ഏത് വർഷമാണ്? 40. മൊറാഴ സമരം നടന്നത് ഏത് വർഷം? 40. ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്നും പിൻവലിച്ചത് ആരായിരുന്നോ? അത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. KPR ഗോപാലൻ അല്ലെ. മൊറാഴ സമര നേതാവായ KPR ഗോപാലനെയാണ് ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്നും പിൻവലിച്ചത്. അപ്പൊ 40 മൊറാഴ സംഭവം. 41 കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലല്ലേ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി EK നായനാരാണ് അല്ലെ. കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദിയാണ്. കരിയങ്കോട് നദി അഥവാ തേജസ്വിനി നദി എന്ന് പറയാം. 42 കീഴറിയൂർ ബോംബ് കേസ്, കോഴിക്കോട് ഫറോക്ക് കാലവുമായി ബന്ധപ്പെട്ട കീഴറിയൂർ ബോംബ് കേസ് 42. 46 3 സമരങ്ങൾ നടന്നില്ലേ. കണ്ണൂര് കരിവള്ളൂർ സമരവും നമ്മുടെ തോൽവിറക് സമരം കാസർഗോഡ്, അതുപോലെ ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാ? VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് ഒലക്ക എന്ന നോവൽ എഴുതിയതാരാ? P കേശവദേവും. തലയോട് എന്ന നോവൽ എഴുതിയതാരാ? അത് നമ്മുടെ തകഴിയും. ഉഷ്ണരാശി എന്ന നോവൽ എഴുതിയതാരാ? മോഹൻകുമാറുമായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം എന്താ? അമേരിക്കൻ മോഡൽ അറബിക്കടൽ. സർ CP രാമസ്വാമിയുടെ ഭരണത്തിനെതിരെയായിരുന്നു ആലപ്പുഴ ജില്ലയിൽ. അപ്പൊ പുന്നപ്ര വയലാർ 46, കരിവള്ളൂർ സമരം 46, തോൽവിറക് സമരവും 46. കരിവള്ളൂർ സമര നായിക ദേവയാനി, തോൽവിറക് സമര നായിക കാർത്തിയാനി അമ്മ. 46 47 പാലിയം സത്യാഗ്രഹം. എറണാകുളം ജില്ലയിൽ പാലിയം സത്യാഗ്രഹം 47. C കേശവനാണ് അതിന്റെ നേതാവ്. എറണാകുളം ജില്ലയിലാണ്. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യാണ്. പിന്നെ കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ താഴെ വീഴാൻ കാരണമായ വിമോചന സമരം നടത്തിയത് മന്നത്ത് പത്മനാഭനല്ലേ ആണ്. 1959 വിമോചന സമരം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. കുഴപ്പമില്ലല്ലോ. സംഘടനകളും ആ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരുവിധമായി അല്ലെ. അടുത്തൊക്കെ ധവള വിപ്ലവം ആരംഭിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതി? 4. 1970. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് ആണ് അത്. 80 മിൽമ വന്നത് കേട്ടോ. കേരളത്തിൽ മിൽമ വന്ന വർഷം ചോദിച്ചാൽ 1980. ഹരിത വിപ്ലവം 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യയിൽ ആരാണ്? MS സ്വാമിനാഥനാണ് അല്ലെ. MS സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം മങ്കൊമ്പുണ്ട് കേട്ടോ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് അദ്ദേഹത്തിന്റെ പേരായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളത്തും സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്തുമാണ് ഉള്ളത്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കോഴിക്കോടാ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയല്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയില്. വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം വട്ടവട. അതുപോലെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. കേന്ദ്രത്തിൻ്റെത് മയിലാടുംപാറയും സംസ്ഥാനത്തിന്റെ പാമ്പാടുംപാറ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയവും മാടക്കത്തറയും. അതുപോലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളവും വെള്ളാനിക്കരയും. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. നമ്മുടെ എള്ള് ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. അതൊക്കെ എള്ള് ഗവേഷണ കേന്ദ്രം ഏതാ? ഓണാട്ടുകര. അതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കുടലു. പുകയിലയും അടക്ക ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ്. ബേക്കൽ കോട്ട കാസർഗോഡാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട എവിടെയാണ്? സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ ജില്ലയിലാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട. തോമസ് കോട്ട എവിടെയാ? തോമസ് കോട്ട കൊല്ലം ജില്ലയിലാണ്. തോമസ് കോട്ട എവിടെയെന്ന്? കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യന്മാരുടെ കോട്ട ഏതാ? അത് മാനുവൽ കോട്ട അഥവാ വൈപ്പിൻ കോട്ട. വൈപ്പിൻ കോട്ട അഥവാ മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട എന്നറിയോ? അത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലാണ് യൂറോപ്യന്മാർ ആദ്യമായി നിർമ്മിച്ച കോട്ട ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ആ ഭാഗങ്ങളിൽ ഈ ചേറായി കടൽ തീരം എവിടെയാണ്? ചേറായി എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ
പറയേണ്ടത് എറണാകുളത്താണ് അല്ലെ. എറണാകുളം ജില്ലയിലാണ് ചേറായിയൊക്കെ. അതുകൊണ്ട് കടൽ തീരങ്ങൾ, നീണ്ടകര എവിടെയാണ്? നീണ്ടകര കൊല്ലം ജില്ലയിൽ. വിഴിഞ്ഞമോ? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. നീണ്ടകര തുറമുഖവുമായി സഹകരിച്ച വിദേശ രാജ്യം നോർവേയാണ് കേട്ടോ. നോർവേയാണ് നീണ്ടകര തുറമുഖവുമായി സഹകരിച്ച്. തുറമുഖങ്ങൾ, കേരളത്തിലെ തുറമുഖങ്ങൾ പ്രധാനമായിട്ടൊന്ന് നോക്കിയിട്ട് പോണേ. തുറമുഖങ്ങൾ മുനമ്പം അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അഴീക്കല്, അഴീക്കോട്, അതൊക്കെ തുറമുഖങ്ങൾ. പുതിയാപ്പ എന്ന തുറമുഖം എവിടെ? പുതിയാപ്പ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ പുതിയാപ്പ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ഇന്ത്യയുടെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. എന്നാ കുടുംബശ്രീ വന്നത്? 1998 മെയ് 17. എന്നാ കുടുംബശ്രീ ദിനം മെയ് 17 കുടുംബശ്രീ ദിനം എന്നൊന്ന് ചോദിച്ചാൽ 98 മെയ് 17 മലപ്പുറം ജില്ലയിലാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. ആരാ ഉദ്ഘാടനം ചെയ്തത്? AV വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 1ാം പഞ്ചവത്സര പദ്ധതിയല്ലേ ഹരോൾഡ് ഡോമർ എന്നറിയപ്പെടുന്നത്? കൃഷിക്ക് പ്രാധാന്യം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് പ്രാധാന്യം. PC മഹലനോബിസ് പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. എന്നാ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? 1951 ഏപ്രിൽ 1 1 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയും പഞ്ചവത്സര പദ്ധതിക്ക് രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷനുമാണ് കേട്ടോ. ആസൂത്രണ കമ്മീഷൻ വന്നത് 50 മാർച്ച് 15 നീതി ആയോഗ് വന്നത് 2015 ജനുവരി 1 റിസർവ് ബാങ്ക് വന്നതെന്നാ? റിസർവ് ബാങ്ക് വന്നത് 1935 ഏപ്രിൽ 1 ദേശസാൽക്കരിച്ചത് 49 കേട്ടോ. 35 ഏപ്രിൽ 1 റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ആദ്യം കൊൽക്കത്തയിലും ഇപ്പം മുംബൈയിലുമാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. നബാർഡ് എന്നാ വന്നത്? നബാർഡ് 1982 ജൂലൈ 12 ജൂലൈ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്ക് അല്ലേ നബാർഡ്. നബാർഡ് രൂപീകരണ കമ്മീഷൻ ശിവരാമൻ കമ്മീഷനാണ്. മുംബൈ ആണ് നബാർഡ് രൂപീകരിച്ചത്. മുംബൈയിലാണ് നബാർഡ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അല്ലേ? ലാലാ ലജ്പത് റായ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBIയുടെ സ്ഥാപക ചെയർമാൻ മലയാളിയാണ്. ജോൺ മത്തായി ആണ്. ജോൺ മത്തായി. സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. 88 സെബി വന്ന വർഷമൊക്കെ പഠിക്കുക. നബാർഡ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നബാർഡ് 82 വരുന്നത്. ആ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട വർഷവും ആസ്ഥാനവും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള. അടുത്ത ചോദ്യം നോക്കേ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടനയുടെ 3ാം ഭാഗത്താണ്. അമേരിക്കയിൽ നിന്ന് കടമെടുത്തു. 6 എണ്ണമാണ് ഉള്ളത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലെ. മൗലിക അവകാശങ്ങൾ എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയി പോയ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാം. മൗലിക കർത്തവ്യങ്ങൾ 11 എണ്ണമാണ് ഉള്ളത്. സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ. 51A ആണ് ഭരണഘടനയുടെ 4A. നിർദ്ദേശക തത്വങ്ങളാണ് 36 മുതൽ 51 വരെ. ഗാന്ധിയൻ ആശയങ്ങളും ക്ഷേമരാഷ്ട്രവും ലിബറൽ ആശയങ്ങളും എല്ലാം നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നും, മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നും, മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നും. ആമുഖം കടമെടുത്തതും അമേരിക്കയിൽ നിന്നാണ്. ഓർത്തു വെച്ചിരിക്കാം. മൗലിക അവകാശങ്ങളും രാജ്യസഭയും ലോകസഭയും. രാജ്യസഭാ ചേംബറിന്റെ ആകൃതി താമര, ലോകസഭാ ചേംബറിന്റെ ആകൃതി മയിലിന്റെ ആകൃതി. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ 30 വയസ്സ്, ലോകസഭയിലേക്ക് 25 വയസ്സ്, സംസ്ഥാന നിയമസഭയിലേക്കും 25, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ 21. ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതിക്ക് 35 വയസ്സാണ്. ഒരു കബഡി ടീമിൽ 7 പേരാണ് ഉള്ളത്. നമുക്ക് ആ കളികളൊന്ന് പറഞ്ഞു നോക്കാം. ഒരു ബീച്ച് വോളിബോളിൽ 2 പേര്, പോളോ കളിയിൽ 4 പേര്, ബാസ്കറ്റ്ബോൾ കളിയിൽ 5 പേര്, വോളിബോളിലും ഐസ് ഹോക്കിയിലും 6 പേര്, കബഡിയിലും വാട്ടർ പോളോയിലും 7 പേര്, കോക്കോയിലും ബേസ്ബോളിലും 9 പേര്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയിൽ 11 പേര്, റഗ്ബിയിൽ 15 പേര്. ഒന്നും കൂടെ. ബീച്ച് വോളിബോൾ 2, പോളോ 4, ബാസ്കറ്റ്ബോൾ 5, വോളിബോളും ഐസ് ഹോക്കിയിലും 6, കബഡിയിലും വാട്ടർ പോളോയിലും 7, കോക്കോയിലും ബേസ്ബോളിലും 9, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയിൽ എത്ര? 11. ലാസ്റ്റ് റഗ്ബിയിൽ 15 പേര്. കുഴപ്പമില്ലല്ലോ. ഒരു കബഡി ടീമിൽ 7. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം കബഡിയാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ദേശീയ വിനോദം ഏതാ? ഹോക്കിയാണ്. ചൈനയുടെ ദേശീയ വിനോദം ടേബിൾ ടെന്നീസ് ആണ്. പൂന ഗെയിം എന്ന് വിളിക്കുന്നത് ബാഡ്മിന്റൺ ആണ്. മിന്റോനെറ്റ് എന്നറിയപ്പെടുന്നത് വോളിബോളിനെയാണ്. വോളിബോൾ. പിങ് പോങ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക വിനോദം ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ. അർജുന
അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനും ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ AC ഏലമ്മയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? AC ഏലമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാ? MD വത്സമ്മ. KL രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത KM ബീനാമോൾ. KL രത്ന പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി വനിത KM ബീനാമോൾ. കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത അഞ്ജു ബോബി ജോർജ്. ആദ്യ മലയാളികളായിരിക്കും കൂടുതലും നിങ്ങൾക്ക് കായികം ചോദിക്കും കേട്ടോ. കായികത്തിൽ കേരള കായികവുമായി ബന്ധപ്പെട്ട അവാർഡുകളും കാര്യങ്ങളും ഒക്കെ സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനമൊക്കെ ഏതായിരുന്നു? കേരളവുമായി ബന്ധപ്പെടുന്നതാ. PT ഉഷ മത്സരിച്ച് ഫൈനലിൽ നിന്ന് ഔട്ടായത് ഏത് വർഷമാ? 1984 അല്ലെ? 84 ലോസ് ഏഞ്ചൽസിലായിരുന്നു. 84ലാണ് ഫൈനലിൽ PT ഉഷയും ഷൈനി വിൽസണും സെമി ഫൈനലൊക്കെ പോകുന്നത് ഒരേ വർഷം തന്നെയാണ് 84. അപ്പൊ KL രത്ന പുരസ്കാരം 3 മലയാളികൾക്ക് കിട്ടിയിട്ടുള്ളൂ. KM ബീനാമോള്, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ്. 2021 PR ശ്രീജേഷിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തൊക്കെ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2003 ഹൈദരാബാദിലാണ് നടക്കുന്നത് കേട്ടോ. ഒരേ ഒരു പ്രാവശ്യമേ നടന്നിട്ടുള്ളൂ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2003 ഹൈദരാബാദിലാണ്. അതുപോലെ ഏഷ്യൻ ഗെയിംസ് 51 നടക്കുന്നത്. അത് ന്യൂഡൽഹിയിൽ വെച്ച് തന്നെ. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 51 ന്യൂഡൽഹിയിലാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദി. ഏഷ്യൻ ഗെയിംസ് പേര് കൊടുത്തത് ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസ് അന്ന് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഏഷ്യൻ ഗെയിംസിന് ആ പേര് കൊടുത്തത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ച വർഷം 51 ഏഷ്യൻ ഗെയിംസ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്ന 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ഈ പ്രാവശ്യത്തെ 2020 ലോകകപ്പ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോണേ. ലോകകപ്പ് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. സന്തോഷ് ട്രോഫി കിട്ടിയത് ആർക്കാ ഈ പ്രാവശ്യം? സർവീസസിനാണ് സന്തോഷ് ട്രോഫി. എതിരാളി ഗോവയായിരുന്നു. അരുണാചൽ പ്രദേശിൽ വെച്ചാണ് നടന്നത്. ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫി ഫുട്ബോൾ കിട്ടിയത് ആർക്കാണ്? അല്ല, നെഹ്റു ട്രോഫി വള്ളംകളി കിട്ടിയത് ആർക്കാണ്? കാരിച്ചാൽ ചുണ്ടന്. കഴിഞ്ഞ വർഷം ആർക്കായിരുന്നു? വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി. അവാർഡുകളെല്ലാം ഒന്ന് നോക്കിയിട്ട് പോണേ. SK വസന്തൻ എഴുത്തച്ഛൻ പുരസ്കാരം, NS മാധവൻ ഇപ്പൊ പുതിയത് കിട്ടി. വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി, അശോകൻ ചരിവിലിനാണ് ഇപ്പൊ കിട്ടിയത് ആ വയലാർ അവാർഡ്. അങ്ങനെയുള്ള എല്ലാം ഒന്ന് നോക്കിയിട്ട് പോണേ. അവാർഡുകളെല്ലാം എല്ലാം കൂടെ ഞാൻ പറഞ്ഞാൽ തിരിഞ്ഞു പോകും. പിന്നെ ഇത്രയും സമയം ആയെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവിധ പ്രാർത്ഥനകളും നടത്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹിസ്റ്ററി ഒന്നും അധികം പറഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു. പറയാൻ നിന്ന സയൻസ് ഒക്കെ ഇഷ്ടം പോലുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ ഇപ്പൊ ഒരു ചലഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ. അതിൽ 1.5 മണിക്കൂർ ഞാൻ ക്ലാസ് സയൻസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് മാക്സിമം നോക്കണേ. കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി അത്യാവശ്യമായിട്ട് പഠിക്കുക. 10ൽ കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നെയായിരിക്കും. കേരള ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും. കേരള ജോഗ്രഫി നല്ലവണ്ണം പഠിക്കുക. വന്യജീവി സങ്കേതം, ഓരോ കടപ്പുറത്തിന്റെ പേര്, അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ദേശീയ പാർക്കുകൾ, അല്ലെങ്കിൽ മലനാട്, ഇടനാട്, നദികളെ കുറിച്ച് എല്ലാം. നിള, പേരാൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ, ചൂർണി, പൂർണ്ണ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറ്, ദക്ഷിണ ഭഗീരഥി, ബാരിസ്, തിരുവിതാംകൂറിന്റെ ജീവൻ നാടി എന്നറിയപ്പെടുന്നത് പമ്പ, തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാർ, മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ, അതുപോലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ അഥവാ മാഹിപ്പുഴ. ഇങ്ങനെയൊക്കെ ഉള്ളത് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഒരുവിധം പോയിട്ട് വാ. എന്താ എല്ലാവിധ പ്രാർത്ഥനകളെ എന്നാൽ കഴിയുന്നൊക്കെ റിവിഷൻ മുമ്പൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ആദ്യം LGS നിങ്ങളുടെ 2ാം ഘട്ടം അല്ലേ, 1ാം ഘട്ടക്കാർക്ക് മുമ്പ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കുറേ അധികം നല്ല ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല ക്ലാസ് തന്നെ. എന്നാൽ പറ്റുന്ന ഒരു മണിക്കൂർ കൂടുതലായെന്ന് തോന്നുന്നു. തൊണ്ടയൊക്കെ വറ്റി തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങ് നിർത്തുന്നത്. എന്നാലും എന്റെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ 1:30 സമയം അകത്ത് കയറി ഹാളിൽ ഇരുന്ന് 3:30 വരെയും എന്റെ പ്രാർത്ഥന പറ്റുന്നവരെല്ലാം തെറ്റുകൂടാതെ എഴുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വിശ്വാസത്തോടെ പോകാം. തരുന്നെങ്കിൽ തരട്ടെ എന്ന് വിശ്വസിച്ച് പോകാം. മാക്സിമം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ. നല്ലോണം കവർ ചെയ്ത് സ്വസ്ഥമായി ടെൻഷൻ അടിക്കാതെ നേരത്തെ ഹാളിൽ എത്തുക കേട്ടോ. പോയിട്ട് വാ. എല്ലാവിധ ആശംസകളും. ഓക്കെ, നന്ദി, നമസ്കാരം.